نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين خيركم من طال عمره وحسن عمله وشركم من طال عمره وساء عمله صدق شفيعنا رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إهراق جثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് എല്ലാ അർത്ഥത്തിലും ഈ രാത്രിയിൽ നാം നിർവഹിക്കുന്ന നല്ല അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ശിഷ്യന്മാർ, സഹപാഠികൾ എല്ലാ ആളുകൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മിലും അവരിലുമുണ്ട്. ഈ മഹത്തായ സദസ്സിന്റെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തിന്റെയും ഒക്കെ ബറക്കത്തുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല സിഹത്തും സലാമത്തും ഏറ്റി തരുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കും.
ഏതു സംഗതിയിലും നമുക്കുണ്ടായി തീരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഹുസ്നുൻ നിയ്യ, കരുത്ത് നന്നാക്കുക എന്നാണ്. നിയ്യത്ത് നന്നായി കിട്ടിയാൽ കുറഞ്ഞ കാലത്തെ ജീവിതം മതി, വലിയ ലാഭം കിട്ടും. പക്ഷെ ആ നിയ്യത്ത് നന്നാക്കാനുള്ള വലിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് കഠിനാധ്വാനം മൂലം നമ്മൾ നിലനിർത്താനുള്ള പരിശ്രമം എപ്പോഴും കാണിക്കണം. 24 മണിക്കൂർ നാം ചെലവഴിക്കുമ്പോൾ രാവും പകലും മുഴുവനും ലാഭകരമാക്കിയെടുക്കാനുള്ള എളുപ്പ വഴി അതാണ്. ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും തുടങ്ങി ഹലാലായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യമായതിനൊന്നും കൂലില്ല. ഹലാലിന് എന്ത് കൂലിയ? പക്ഷെ ഹലാലിനും കൂലി ഉണ്ടാക്കാൻ പറ്റും നല്ല നിയ്യത്തിലൂടെ. അതുകൊണ്ടാണ് മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചത്, ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശ്യം ദൈനംദിന ജീവിതത്തിലെ ഇബാദത്തുകൾക്ക്, സുഹൃതങ്ങൾക്ക് ശക്തി കൂടാനാണ്. അതിന് മാത്രമല്ല ഭക്ഷണം കഴിക്കൽ, അത് വേറെ വിഷയം. ഒരാനന്ദത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കും, വിശപ്പകറ്റാൻ വേണ്ടി ഭക്ഷണം കഴിക്കും, തടി കൂടാനും ഭക്ഷണം കഴിക്കും. വിവിധ ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിൽ വരാം. പക്ഷെ നല്ല ലക്ഷ്യത്തോടു കൂടെ ആണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിയാത്ത ഭാഗത്തിലൂടെ അതിന് ഇബാദത്തിന്റെ തലം നമുക്ക് തരും. അപ്പൊ അതൊരു പുണ്യകർമ്മമായി, ഒരാരാധനയായി മാറും. ഒരു ജോലി എടുക്കുന്ന ആള് അയാള് നിയ്യത്ത് നന്നാക്കിയാൽ വലിയ ലാഭമാണ് ആ ടൈം മുഴുവനും ആൾക്ക് ലഭിക്കുന്നത്. ഞാൻ ഈ നാട്ടിലുള്ള ആളുകൾക്ക് വസ്തുവകകളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഇവിടുത്തെ സമൂഹവുമായി ബന്ധപ്പെട്ടൊരു ബാധ്യതയാണല്ലോ കച്ചവടം എന്ന് പറയുന്നത്. ഫർള് കിഫായ. ഒരു മത്സ്യ കച്ചവടക്കാരൻ, മത്സ്യ വിൽപ്പനക്കാരൻ നാടിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കച്ചവടം ചെയ്യുമ്പോൾ നിയ്യത്ത് നന്നാക്കിയാൽ ഒരുപാട് കൂലി കിട്ടി. അതിന് മാത്രമാണോ കച്ചവടം ചെയ്യാറുള്ളത്? അല്ല. ജീവിക്കാൻ വേറെയും വകുപ്പുണ്ട്. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ആ നിലക്കും നടക്കാറുണ്ട്. പിന്നെ ആളുകൾ ഒരു പണിയില്ലാത്തവനാന്ന് പറയും. എന്തെങ്കിലുമൊക്കെ ഒരു പണി, പല രൂപത്തിലും കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ നല്ല ലക്ഷ്യത്തോടു കൂടെയാണ്, നല്ല നിയ്യത്തോടു കൂടെയാണെങ്കിൽ നല്ല ഫലം ലഭിക്കും. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം നിർവഹിക്കുന്ന കാര്യങ്ങളോട് നമ്മോട് എപ്പോഴും ആവശ്യപ്പെട്ടത് നിയ്യത്ത് നന്നാക്കണം, ലക്ഷ്യം നന്നാക്കണം. എന്നാ വലിയ ഫലം കിട്ടും. അഖ്ലിസ് ഖൽബക് യക്ഫികൽ അമലുൽ ഖലീൽ. നിന്റെ മനസ്സ് നീ എപ്പോഴും നിസ്വാർത്ഥമാക്കണം. അതിന്റെ റൂട്ട് നീ ക്ലിയർ ആക്കണം. എന്നാൽ കുറഞ്ഞ അമല് മതി, വലിയ ലാഭമായിരിക്കും. അതുകൊണ്ടല്ലേ സ്വഹാബമാരുടെ കൂട്ടത്തിൽ നമ്മൾ അത്ര കാലം ജീവിച്ചവര്, നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കുറെ കുറവാ. കാരണം പലരും 50-ന് ശേഷം 60-ന് ശേഷം ഒക്കെ കടന്നു വന്നവരുണ്ട്. പിന്നെ അവർക്ക് ആകെ കിട്ടിയത് 2, 3, 4 ഒക്കെ കൊല്ലം. പക്ഷെ അവരുടെ ഒരൊറ്റ ദിവസവും ഒരൊറ്റ അമലും ദുന്യവിയായ അമല് പോലും വെറുതെ ആയിട്ടില്ല. അതിന്റെയൊക്കെ കാരണം
അവരുടെ സതുദ്ദേശമാണ്. പ്രയാസങ്ങൾ കുറെ സഹിച്ചു എന്ന് കരുതിയിട്ട് കൂലി കിട്ടിക്കൊള്ളുന്നില്ല. വേണ്ടോ കുറെ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ സഹിക്കുന്നതോടൊപ്പം നിയ്യത്ത് നന്നാക്കും. ഏറ്റവും വലിയ പ്രയാസപ്പെട്ട അമലായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ. എന്താ അതിന്റെ പ്രയാസം? എവിടെങ്കിലും വെച്ച് ശത്രുക്കൾ കണ്ടുമുട്ടിയാൽ പിന്നെ ആ യാത്ര ഒരു പക്ഷേ തുടരാൻ കഴിയില്ല. ചിലപ്പോഴൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരും. ഹിജ്റയിലേക്ക്, ഹബശയിലേക്ക് ഹിജ്റ പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി. ഒരു പ്രാവശ്യം അത് വിജയിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം വിജയിച്ചില്ല. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘം രണ്ടാമത് ഹബശയിലേക്ക് പോയി. അവരവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടി, മക്കയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി വിവിധ അടവുകൾ പറഞ്ഞ് നജാശി രാജാവിന്റെ സവിധത്തിൽ മക്കയിലെ ഗോത്രത്തലവന്മാരിൽപ്പെട്ട 2-3 ആളുകൾ എത്തി. അന്ന് ആ പക്ഷത്തുണ്ടായിരുന്നവരിൽ വലിയ വാചാലതയ്ക്ക് കഴിവുള്ള ആളായിരുന്നു അംർ ഇബ്നുൽ ആസ്. അന്ന് മഹാനവർകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ആ പോകുന്ന സാഹസികമായ യാത്രയിലും മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ദീർഘദൂര യാത്രയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിനോട് നിർദ്ദേശിച്ചത് ലക്ഷ്യം നന്നാക്കാൻ. മക്കയേക്കാൾ കൂടുതൽ വ്യാപാര ബന്ധങ്ങളുള്ളവരാണ് മദീനയിലുള്ളവർ. തങ്ങൾ പറഞ്ഞാണ് അവരോട് നിയ്യത്ത് ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോ കൂട്ടത്തിൽ ഹിജ്റയാണ്, അതിന്റെ കൂട്ടത്തിൽ ലക്ഷ്യം അടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കച്ചവടം ചെയ്തൊന്ന് ഒന്നിങ്ങനെ അതൊരു മോശ നല്ല പണിയല്ലേ. പക്ഷേ ഈ ഹിജ്റയുടെ കൂടെ ആ ഒരു ലക്ഷ്യം വേണ്ട. എന്താ അങ്ങനെ കരുതുന്നതിന് ചോദിക്കുള്ള ആൾക്കാർ ഉസ്താദേ, മദീനയിലേക്ക് അങ്ങനെ പോകുമ്പോ അങ്ങനെ കരുതി എഴുതിയിട്ടെന്താ? തങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു ലക്ഷ്യം ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി എന്നത് ലഭിക്കില്ല. അള്ളാഹുവിന്റെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും തൃപ്തിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടിയുള്ള ഹിജ്റയായിട്ട് മാറൂല. ഹിജ്റയുടെ ഒരു മെമ്പർഷിപ്പ് അതിൽ കിട്ടും. പക്ഷേ കലർപ്പില്ലാത്ത, നല്ല കടഞ്ഞെടുത്ത, സംശുദ്ധമായ, ഒരു കൂലിയും നഷ്ടപ്പെടാത്ത തനിയാർന്ന ഹിജ്റ അത് ലഭിക്കണമെങ്കിൽ മറ്റു ലക്ഷ്യങ്ങളൊന്നും കൂടെ ഉണ്ടാകരുത്. ആ ഹദീസ് ഒരുപാട് നമ്മൾ കേട്ടതാണ്. ഹിജ്റ പോകുന്നവരിൽ മുഹാജിർ ഉമ്മു ഖൈസ് ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഹിജ്റ പോയ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ നിയ്യത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നാക്കി ഒരൊറ്റ വാക്കിലൂടെ, അവിമ്രാത്തിൻ യൻകിഹുഹാ, കല്യാണം കഴിക്കുന്ന മോശ. പക്ഷെ ആ ഉമ്മു ഖൈസ് ബീവി മദീനയിലേക്ക് പോവുകയാണ്, ഹിജ്റ പോവുകയാണ്. നിങ്ങൾക്ക് ഇനി എന്നെ വിവാഹം ചെയ്യണമെങ്കിൽ മദീനയിലേക്ക് ഹിജ്റ വരണം. പക്ഷെ ഹിജ്റ പോകുന്നത് ലക്ഷ്യം നന്നാക്കി, വിവാഹം പിന്നെ നടക്കട്ടെ, വിവാഹത്തിന് വേണ്ടിയാകരുത് ഹിജ്റ. അതിന് ഉദ്ദേശിച്ച ഫലം കിട്ടൂല. ശരിയായ നിലക്കുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ കാര്യങ്ങൾ നടത്തിയത്, നല്ല റിസൾട്ട് ദുനിയാവിൽ തന്നെ കിട്ടും. നിയ്യത്തുകളൊക്കെ നന്നാക്കണം. അല്ലാഹു നമ്മുടെ നിയ്യത്തുകളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മൾ എല്ലാ സമയത്തും ആ ഒരു വിഷയത്തിൽ ബോധവാന്മാരാകും. എന്തിനാ മാരിസ്കരിക്കാൻ വന്ന്? ഒരാളെ തരാൻ വന്നാണ്. പള്ളിയിൽ ആളുണ്ടാവും, നിസ്കാരം കഴിഞ്ഞിട്ട് നോക്കാം, ജമാഅത്ത് കിട്ടും, ശരിക്കുള്ള കൂലി കിട്ടില്ല. എന്തിനാ ഇപ്പൊ ഈ സദസ്സിൽ വന്നത്? അതെങ്ങനെയുണ്ട് നോക്കിയാല്, സംഗതി ഒന്ന് കേട്ടു നോക്കിയാല്, എന്തെങ്കിലുമൊക്കെ 1-2 അക്ഷരം പഠിച്ച് ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കാൻ, എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കാന്നുള്ള ലക്ഷ്യത്തോട് മാത്രം ഇൽമ പഠിക്കാനുള്ള കൂട്ടത്തിലുള്ള ദുആയും മറ്റൊക്കെ കൂട്ടത്തിൽ വരും. അതൊക്കെ അതിന്റെ ബിത്തബായിട്ട്, അനുബന്ധമായിട്ട് വരുന്ന. ഇൽമ പഠിക്കാൻ വേണ്ടി പോകുന്ന മുതഅല്ലിമിനോട് ഉസ്താദുമാർ കൊടുക്കുന്ന ഉപദേശം എന്താ? ഒരുപാട് പ്രയാസപ്പെട്ടു വന്ന ആളാണെങ്കിലും ഉപദേശം നന്നാക്കണം. ഞാൻ എത്ര കഷ്ടപ്പെട്ടു വന്നിട്ട്, എത്ര കഷ്ടപ്പെട്ടു വന്നാലും ശരി, മക്കയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് മദീനയിലെത്തിയ മുതഅല്ലിമായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു.
2 കൊട്ട ഏറ്റിയിട്ടാണ് മഹാനവറുകൾ മദീനയിലേക്ക് എത്തിയത്. ആ 2 കൊട്ടയിൽ മുന്തിരിയും കാരക്കയല്ല, ഇൽമ് എഴുതിയ എല്ലിൻ കഷ്ണങ്ങളും തോലിൻ കഷ്ണങ്ങളും മറ്റുമൊക്കെയാണ്. പേപ്പറും പേനയും ഒന്നും കിട്ടിയില്ല. ഈ 2 കൊട്ടയുമേറ്റ് മദീനയിൽ എത്തിയപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ് അവിടുത്തെ മുദരിസ്. ഈ കുട്ടി എങ്ങനെ നോക്കിയപ്പോ നല്ല ലക്ഷണമൊത്ത കുട്ടിയാണ്. ആ കുട്ടി അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നത്, മോനെ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നതല്ല, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് യാത്ര ചെയ്ത് വന്നത്. 400 കിലോമീറ്ററിലധികമുള്ള നീണ്ട യാത്ര. ഇന്നത്തെ ഹൈവേ റോഡുകളൊന്നുമില്ല. മലയും കുന്നും കയറിയും ഇറങ്ങിയുമുള്ള യാത്രയാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാണ്. സാഹസികമായ യാത്ര നടത്തിയാണ് വന്നതെങ്കിലും ലക്ഷ്യം നന്നാക്കണം മോനെ. ഒരിക്കലും വലാ തഅസില്ല. ഇൽമു പഠിക്കാനല്ലേ വന്നത്, അള്ളാഹുവിന് മാറ് കാണിക്കരുത്, എതിര് കാണിക്കരുത്. നീണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന കാലം അത്രയും സൂക്ഷ്മതയോടെ ജീവിക്കണം. എല്ലാ ഉപദേശങ്ങളും തുടക്കത്തിൽ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നൽകുന്നു. 10 കൊല്ലം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവോട് ഓതി പഠിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ കാലഘട്ടത്തിൽ തന്നെ മഹാനവറുകളുടെ ഇൽമിന്റെ ഒഴുക്ക് കൊണ്ട് നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ നന്മകൾ ലഭിച്ചു. ഒരുപാട് ആളുകൾക്ക് സന്തോഷം ലഭിച്ചു. വിഷമിക്കുന്ന ആളുകൾക്ക് പരിഹാരം കിട്ടി. നമ്മളെപ്പോഴും നമ്മുടെ നിയ്യത്ത് നന്നാക്കണം. നിങ്ങൾ കണ്ടോ, പഴയ കാലത്ത് ജീവിച്ച ചില ആളുകളെ പറ്റി മഹാന്മാര് പറയുന്നു, ഒരു സംഘം ആളുകൾ അവരുടെ രാത്രി സമയത്ത് അവർ കൊള്ളക്കാരാണ്, പകല് സമയത്ത് അവർ നല്ല മാന്യന്മാരുമാണ്. പക്ഷേ അവർക്കും അള്ളാഹുവിനും മാത്രമേ അവരുടെ അവസ്ഥ അറിയുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവരിങ്ങനെ കവർച്ച നടത്തിയതിനു ശേഷം അവരെ പിടികൂടാൻ വേണ്ടി ആളുകൾ പിന്നാലെ ഓടിയപ്പോൾ ഈ കവർച്ചാ സംഘം ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നു. ഞങ്ങൾ യാത്രക്കാരാണ്, യാത്രയിൽ തന്നെയാണ് പണി നടക്കുന്നത്, കവർച്ച നടക്കുന്ന യാത്രയിലാണ്, ഞങ്ങൾ യാത്രക്കാരാണ്. ഇന്ന് രാത്രി ഇവിടെ ഒന്ന് വിശ്രമിച്ച് നാളെ പോകണമെന്നാണ് ഉദ്ദേശ്യം. ആ വീട്ടുകാരൻ നല്ല ഉദ്ദേശത്തോടെ അവരെ സ്വീകരിക്കുന്നു. ഇതാ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ കടന്നോളൂ. അവര് കുറച്ച് ആളുകളുണ്ട്, ഒരു 10ഓളം വരുന്ന ആളുകൾക്ക് അവിടെ നല്ല കിടക്കാനുള്ള സ്ഥലം കൊടുത്തവർ കിടന്നു. രാത്രി സമയത്ത് ഈ വീട്ടുകാരൻ മുസാഫിരീങ്ങളല്ലേ, ഖുർആൻ എണ്ണി പറഞ്ഞൊരു വിഭാഗമാണല്ലോ ഇബ്നു സബീൽ. സക്കാത്തിന് വരെ അർഹതപ്പെട്ട 8 വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് യാത്രക്കാര്. നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന വേളയിൽ നമ്മുടെ അടുത്തുകൂടെ പോകുന്ന ആളോ, നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന ആളോ, അതിന് അർഹതയും യോഗ്യതയുമുള്ള യാത്രക്കാരാണെങ്കിൽ യാത്രയിൽ അവർക്ക് ആവശ്യം വരും. അവരാ ലിസ്റ്റിൽ നല്ല ബഹുമാനമുള്ളവരാണ്. പൊതുവെ യാത്രയിൽ നമ്മോടൊപ്പമുള്ള ആളുകൾക്കും ഗുണം ചെയ്യണമെന്ന് വേറെയും കുറെ ആയത്തുകളിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. യാത്രയിൽ കൂടെയിരിക്കുന്ന കൂട്ടുകാരൻ, കൂടെയിരിക്കുന്ന ആള് അയാൾക്ക് ഒത്താശ ചെയ്യണം. പല ആവശ്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്, അയാള് വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നു, വെള്ളപാത്രത്തിലേക്ക്. ചോദിക്കാൻ അയാൾക്കൊരു മടിയും പേടിയും രണ്ടുമുണ്ട്. നമ്മളെ കോലങ്ങനെ കണ്ടിട്ട് ചോദിച്ചാൽ എന്തായിരിക്കും പ്രതികരണം? കിട്ടിയില്ലെങ്കിൽ അപ്പുറപ്പുറമുള്ള ആളുകൾ കേട്ടിട്ട് മോശാകൂലേ? വെള്ളത്തിലേക്ക് നോക്കുമ്പോഴേക്ക് നമ്മൾ ചോദിച്ചു വെള്ളം വേണോ? അപ്പൊ അയാള് തലയാട്ടി വെള്ളം കൊടുത്തു. അത് കുടിച്ചു. വല്ലാത്ത ഒരു സഹകരണം. കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങണം തോന്നി. പക്ഷെ ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ അറിയില്ല, പേരൊക്കെ അറിയുള്ളൂ, നാട് പരിചയമില്ല. നമ്മളോട് ചിന്ന നാട് ഏതാ, അത് എത്തിയിട്ടില്ല, കുറച്ചുകൂടി പോകണം. ഇയാൾക്ക് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങാണെങ്കിൽ നിങ്ങളൊന്ന് ആ നാടെത്തുമ്പോൾ വിളിക്കും. ഓ ഞാൻ പറയാം. ആ നാടെത്തിയപ്പോ അടുത്തുള്ള ആളോടാ, ഇനി അടുത്ത സ്റ്റോപ്പാണ്. ഇത് വല്ലാത്തൊരു സഹകരണം. പറയാനൊന്നാവൂല, നിങ്ങൾ വേണമെങ്കിൽ എങ്ങനെ ഇറങ്ങിക്കോളൂ, നോക്കാനൊന്നാവില്ല. നിങ്ങൾ എവിടെ ഇറങ്ങണം, ഇറങ്ങിടത്ത് ഇറങ്ങിക്കോളൂ, നിങ്ങളെ നോക്കാനും ശ്രദ്ധിക്കാനൊന്നാവില്ല. അങ്ങനല്ല,
ആ യാത്രക്കാരന് വേണ്ട ഒരു ഒത്താശ അവിടെ ചെയ്തു കൊടുക്കുമ്പോ അത് വലിയൊരു സഹകരണമാണ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സേവനമാണ്. അല്ലാഹു തആല എണ്ണി പറഞ്ഞതാണ് വിശുദ്ധ ഖുർആനിൽ, ഇബ്നു സബീലിന് ഗുണം ചെയ്യണം, സേവനം ചെയ്യണം. അങ്ങനെയുള്ള യാത്രക്കാരല്ലേ, അവർക്ക് വെള്ളമൊക്കെ കൊണ്ടുകൊടുത്തു. രാത്രി വീട്ടിലേക്ക് വന്നവരല്ലേ, വെള്ളം കുടിക്കാൻ കൊടുത്തു. അവർ കിടന്നു. രാവിലെ സമയത്ത് നിസ്കരിക്കാൻ സുബഹിക്കുള്ള വെള്ളം ആ വെള്ളം എത്തിച്ചു കൊടുത്തു വീട്ടുകാരൻ. ആ സുബഹിന്റെ നേരത്തെ ഒരു എഴുന്നേറ്റപ്പോ ആ വീട്ടിലുണ്ട് നടക്കാൻ കഴിയാത്ത, രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത ഒരു കുട്ടി. ഈ വീട്ടുകാരനോട് ചോദിച്ചതാരുടെ കുട്ടിയാണ്? അതെന്റെ മോളാണ്. ചെറുപ്പം മുതലേ അങ്ങനെയാണ്, ഒരു സമയം പോലും നടന്നിട്ടില്ല. ആ ഇരിക്കുന്ന ഇരുത്തം ഇരിക്കും. വേറെ എവിടേക്കെങ്കിലും ഒന്നാക്കണമെങ്കിൽ നല്ല സഹായത്തോടുകൂടെ മറ്റു ഭാഗത്തേക്ക് എത്തിക്കും. രണ്ട് കാലും തളർച്ച വന്നുപോയി, അങ്ങനെ അങ്ങ് ക്ഷീണിച്ചതാണ്. മുകൾ ഭാഗത്തേക്ക് യാതൊരു കുഴപ്പവുമില്ല, തായ് ഭാഗത്ത് തളർച്ചയാണ്. അവരെല്ലാവരും ആ കുട്ടിയെ ശ്രദ്ധിച്ചു. സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ മനുഷ്യൻ ഇവർക്ക് ഖിദ്മത്തെടുത്തു, ഇവർക്ക് വെള്ളം കൊടുത്തു, ഉളു എടുക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തു. അവരാ റൂമിന്റെ ഉള്ളിലല്ലേ, പകല് സമയത്ത് അവർ യാത്രക്കാരാണെന്ന് പറഞ്ഞിട്ടില്ലേ രാത്രി കയറി വന്നത്. പകല് ഞങ്ങൾക്ക് പുറത്തുപോയി വരണം, നിങ്ങൾ പുറത്തു പോയിക്കോളൂ. പകലവര് പുറത്തേക്ക് പോയത് എന്തിനാണെന്നറിയോ? തലേ ദിവസം കവർച്ച ചെയ്ത സ്വത്ത് പരസ്പരം ഓഹരി വെക്കാനാണ്. അതൊന്നും വീട്ടുകാരൻ അറിയില്ല. അയാൾ നല്ല ലക്ഷ്യത്തോടെയാണ് സ്വീകരിച്ചത്. അവർക്കുള്ള സ്വത്തൊക്കെ ഓഹരി വെച്ചു. അങ്ങനെ പിറ്റേ ദിവസവും പിറ്റേന്ന് രാത്രിയും അവർ ആ വീട്ടിലേക്ക് വന്നണഞ്ഞു. പിറ്റേന്ന് രാത്രി വീട്ടിലേക്ക് വന്നപ്പോൾ കതക് തുറന്ന സമയത്ത് അവർ പെൺകുട്ടിയെയാണ് ആദ്യം കണ്ടത്. ഇവര് ചോദിച്ചു, നീ ഏതാണ്? ഈ വീട്ടിൽ ഞങ്ങൾ കണ്ട കുട്ടി ഇങ്ങനെയല്ലല്ലോ, നീ ഏതാണ്? നിങ്ങൾ ഇന്നലെ കണ്ട കുട്ടി തന്നെയാണ് ഞാൻ ഇന്നും. നീ ആകെ മാറിയിട്ടുണ്ടല്ലോ, നടക്കാനൊക്കെ നിനക്ക് കഴിഞ്ഞല്ലോ. അതേ, നടക്കാൻ കഴിഞ്ഞു. ആ കുട്ടിയോട് അവർ സംസാരിക്കുമ്പോ വീട്ടുടമ വന്നു, വീട്ടുകാരൻ വന്നു. നിങ്ങൾ ആ ഉദ്ദേശിച്ച ഇന്നലെ കണ്ട രണ്ട് കാലിനും തളർച്ച ബാധിച്ച കുട്ടിയാണിത്. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി നടന്നത്? നിങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവന്നു വെച്ച വെള്ളം, അതേ, നിങ്ങൾ മുസാഫിരീങ്ങളാണല്ലോ, നിങ്ങൾ യാത്രക്കാരാണല്ലോ, നിങ്ങൾക്ക് ഖിദ്മത്തെടുത്ത് നിങ്ങൾ കുടിച്ചാ, നിങ്ങൾ കൊടുത്താ ബാക്കി വെള്ളമില്ലേ? ആ വെള്ളം എന്റെ കുട്ടിയുടെ ശരീരത്തിൽ ഞാനങ്ങ് ഒഴിച്ചു. അപ്പൊ ഏതാ കുട്ടിയുടെ കാല് നന്നായി പോയി. ആ സമയത്ത് ഇവര് പേര് മുഴുവൻ ആളുകളും കരയുകയാണ്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നു. നമുക്ക് സത്യം പറഞ്ഞാലോ, ഇന്നലെ നമ്മൾ യാത്രക്കാരി എന്ന രീതിയിലാണ് ഇങ്ങോട്ട് കയറി വന്നത്. ആത്മാർത്ഥമായി നമുക്ക് ഖിദ്മത്തെടുത്ത മനുഷ്യന് അല്ലാഹു കൊടുത്ത സദുദ്ദേശത്തിന്റെ പേരിൽ കൊടുത്തൊരു സന്തോഷം. ഇതുവരെ നടന്നു കാണാത്ത കുട്ടി നടക്കുന്നു. ഒരു മനുഷ്യനെ, ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഇതിലധികം വലിയ സന്തോഷം എന്താണ്? വീട്ടുകാര് മുഴുവനും സന്തോഷത്തിലാണ്, റാഹത്തിലാണ്. നമുക്ക് നല്ല ഖിദ്മത്തെടുത്ത, നല്ല നിയ്യത്ത് നന്നാക്കിയത് കൊണ്ട് അല്ലാഹു കൊടുത്തൊരു ഭാഗ്യമാണ്. അവര് പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ വിഷയം ഞങ്ങളൊന്ന് തുറന്നു പറയാൻ തീരുമാനിച്ചതാണ്. ഞങ്ങൾ യാത്രക്കാരൊന്നുമല്ല, ഞങ്ങളുടെ സ്ഥിരം ജോലി ഞങ്ങൾ കവർച്ച നടത്തുന്നവരാണ്. പക്ഷേ നിങ്ങളെ മുന്നിൽ വെച്ച് ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണ്. നിങ്ങളുടെ നല്ല നിയ്യത്തിന് അല്ലാഹു നൽകിയ ഫലം മനസ്സിലാക്കിയിട്ട് ഇനി മുതൽ നല്ല നിലയ്ക്ക് ജീവിക്കാനാണ് ഞങ്ങളെ ശ്രമം. ഈ വീട്ടിൽ വന്നത് ഞങ്ങളും കൂടി നന്നാകാൻ ഒരു കാരണമായി. നിങ്ങളെ നിയ്യത്ത് നന്നായത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആ മനുഷ്യന്റെ നിയ്യത്ത് നന്നായത് കൊണ്ട് ആ വീട്ടിൽ അല്ലാഹു വലിയൊരു ബറക്കത്ത് കൊടുത്തു. ആ നിയ്യത്തിന്റെ ഗുണം കൊണ്ട് ഈ കവർച്ചക്കാർക്കും അല്ലാഹു തൗബ കൊടുത്തു. ഇതിനാണ് ഹുസ്നുൻ നിയ്യത്ത്. നിയ്യത്ത് നന്നാക്കിയാൽ കിട്ടുന്ന ഗുണം വലുതാണ്. എല്ലാ സമയത്തും നമുക്ക് അത്യന്താപേക്ഷിതമായ വിഷയം അതാണ്. അതിനാണ് സഹോദരങ്ങളെ ഇഖ്ലാസിന്റെ മുഖ്യമായ ഘടകം സദുദ്ദേശമാണ്.
ഇമാം നബി റളിയല്ലാഹു അൻഹു ഇഖ്ലാസിനെ പറ്റി വിശദീകരിച്ചെടുത്ത് മഹാനവർകൾ പറഞ്ഞു, ഇഖ്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇഹ്ലാറുൻ നിയ്യ, സദുദ്ദേശം, നല്ല ലക്ഷ്യം മനസ്സിൽ കൊണ്ടുവരിക. ആ ലക്ഷ്യത്തിനനുസരിച്ച് മാറ്റമുണ്ടാകും. എപ്പോഴും അങ്ങനെ. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ ഇത്ര സൗന്ദര്യം എങ്ങനെ കിട്ടിയത്? ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വല്ലാത്ത ചുറുക്കാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ട രണ്ടാമത് നോക്കിപ്പോ. എന്നാ പുറം ഭാഗത്തെ സൗന്ദര്യം മാത്രല്ല, ഉള്ളിലാണെങ്കിലോ ഇൽമിന്റെ കലവറ. വിശുദ്ധ ഖുർആനിനെ എഴുതിയ തഫ്സീർ തന്നെ 32 വാള്യങ്ങളുണ്ട്. സൂറത്തുൽ ഫാത്തിഹക്ക് മഹാനവറുകൾ എഴുതിയ വിശദീകരണം തന്നെ 200-ലധികം പേജുകളുണ്ട്. വലിയ ഇൽമാണ് അല്ലാഹു മഹാനവറുകൾക്ക് നൽകിയത്. നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ശാസ്ത്ര ശാഖകളിലും വലിയ മികവ് നേടിയ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾക്ക് ഉള്ളിലും പുറത്തും അല്ലാഹു സൗന്ദര്യം തന്നിട്ടുണ്ട്. ഇൽമിന്റെ സൗന്ദര്യമാണ് ശരിക്ക് ബാത്തിനായ സൗന്ദര്യം എന്ന് പറയുന്നത്. പുറത്ത് നിങ്ങളെ കാണാനും നല്ല ഭംഗിയുണ്ട്. എന്താ കാരണം? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ബാപ്പയും ഉമ്മയും നിയ്യത്ത് നന്നാക്കിയതുകൊണ്ടാണ്. മനസ്സിലായില്ല? ബാപ്പയും ഉമ്മയും അവരുടെ ശാരീരിക ബന്ധത്തിന്റെ സമയത്ത് നല്ല ബന്ധം പുലർത്തുമ്പോൾ നല്ല നിയ്യത്ത് വേണം. ആ നിയ്യത്തിന്റെ ഫലമാണ് നല്ല കുഞ്ഞുങ്ങൾ. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും രണ്ടുപേരും നിയ്യത്താക്കിയത് ലാഹിറും ബാത്തിനും നല്ല വൃത്തിയുള്ള, ശുദ്ധിയുള്ള, സുഗന്ധമുള്ള, സൗന്ദര്യമുള്ള. ബാപ്പ ഒന്നുകൂടി എന്നോട് പറഞ്ഞിരുന്നു, ഉള്ളിലും പുറത്തും നല്ല സൗന്ദര്യമുള്ളത് എന്ന് പറയുമ്പോ മോനെ, എന്റെ മനസ്സിൽ ഞാൻ രൂപപ്പെടുത്തിയത് റോസാപ്പൂവിനെ പോലെയുള്ള സൗന്ദര്യം എന്നാ ബാപ്പ പറഞ്ഞു കൊടുത്തത്. ആര് കണ്ടാലും ഒന്ന് നല്ല സന്തോഷത്തോടും ഇതൊരു പൂവല്ലേ, നല്ല രസമുണ്ട്, ഒന്നിങ്ങനെ വാസനിക്കും. ആ കാണാനുള്ള നല്ല മികവും ഉള്ളിലാണെങ്കിൽ ഇൽമിന്റെ വല്ലാത്ത സൗന്ദര്യവും അല്ലാഹു നൽകി. അവരെ നിയ്യത്ത് നന്നായതുകൊണ്ട് ആ നിയ്യത്തിന്റെ ഫലമായിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആത്മീയമായും ബാഹ്യമായുമുള്ള സൗന്ദര്യം വേറെ വെറുതല്ല, വല്ലാത്ത സൗന്ദര്യമാണ്. ഇങ്ങനെയാണ് മഹാത്മാക്കൾ മുഴുവനും കുറഞ്ഞ കാലത്തുള്ള അവരുടെ കർമ്മ മേഖല വലിയ ലെവലിലേക്ക് ഉയർത്തിയത്. കൂട്ടത്തിൽ സഹോദരങ്ങളെ, അതിന് നന്നായി സൗന്ദര്യം ലഭിക്കാൻ നമ്മളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. നിയ്യത്ത് നന്നാക്കുന്നതിനോടൊപ്പം ഞാനും നിങ്ങളും ഇപ്പോൾ നമ്മിൽ നിന്ന് അസ്തമിച്ചു പോയി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതാണ് പ്രധാനമായും ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ, ഓരോ അമലുകളിലും ഉള്ള അദബ് അതൊന്ന് കാണാനല്ല. അതാണ് കാര്യമായും വേണ്ടത്. ഒരു ബാപ്പ ഉമ്മ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട ഹക്ക് പറഞ്ഞപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ ഹഖിൽ വാലിദി അലൽ വലദി അൻ യുഹ്സിന ഇസ്മഹു വ യുഹ്സിന അദബഹു. പേര് നന്നാക്കണം. പിന്നെ നമ്മളൊക്കെ ചോദിച്ച നല്ല പേരിടും, ചോദിച്ച് നല്ല അർത്ഥമുള്ള, നല്ല റാഹത്തുള്ള പേരുകൾ ചോദിച്ചിടണം. അല്ലെങ്കിൽ അതിനനുസരിച്ച് അവസ്ഥ മാറും. പേര് മാറിയിട്ടുണ്ടെങ്കിൽ ആളുടെ അവസ്ഥ മാറും, ഒരുപാട് മാറും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരു കുട്ടിയുടെ പേര് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയുടെ പേരിൽ ദുരർത്ഥമുണ്ട്. ബാപ്പാന്റെ പേര് ചോദിച്ചു, ആ പേരിലും ഒരു ദുരർത്ഥമുണ്ട്. ആ കുട്ടി താമസിക്കുന്ന വീട് ഉൾക്കൊള്ളുന്ന ആ ചെറിയ പ്രദേശത്തിന്റെ പേര് വെച്ചു, അതിലും ദുരർത്ഥമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നീ വേഗം വീട്ടിലെത്തണം, നിന്റെ വീട് കത്തിക്കരിഞ്ഞു തോന്നുന്നുണ്ട്. പോയി നോക്കുമ്പോ വീട് അങ്ങനെ കത്താണ്. ഇത്ര പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മാറ്റിയത്. എത്ര ആളുകളുടെ പേര്, ആ പേരിൽ ദുരർത്ഥവും മോശപ്പെട്ട ആശയവും ഉള്ളത് കൊണ്ട് തങ്ങൾ മാറ്റി. ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു
സഹ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിയതാണ്. നേരത്തെയുള്ള പേരിൽ ദുരർത്ഥമുണ്ടായിരുന്നു. ഇനി അങ്ങനത്തെ പേര് വേണ്ട, ഇന്നു മുതൽ നിങ്ങൾക്ക് സഹ്ല് എന്നാകട്ടെ. അന്ത സഹ്ലുൻ. പിന്നെ ആ പേരിലാണ് മഹാനവറുകൾ അറിയപ്പെട്ടത്. നല്ല പേരിടണം, അതുപോലെ തന്നെ അദബ് നന്നാക്കണം. ആ അദബ് നന്നാക്കി തുടങ്ങേണ്ടത് നമ്മളോട് കൂടെ അവർ ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞാൽ, ഒരു 2 വയസ്സ് 3 വയസ്സാകുമ്പോ നമ്മുടെ അടുത്ത് വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനും നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും പങ്കുചേരാൻ മക്കൾ വരും, പേരക്കുട്ടികൾ വരും. നല്ല വഴിയിലേക്ക്, ഭാവിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ, കൈപിടിച്ചുയർത്താൻ ആവശ്യമായത് നല്ല അദബ് അവരെ ശീലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ മനസ്സിലാക്കും, ഉസ്താദ് പറഞ്ഞ കുട്ടികളെ നല്ലോണം അടിക്കാനാണ്. അതല്ല അതുകൊണ്ട് ഉദ്ദേശം, പ്രവൃത്തി പദത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കാനാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നല്ലോ കുട്ടികൾ. തങ്ങളെ അടുത്തേക്ക് വരുമ്പോ തങ്ങൾ അവരെ നല്ല അദബ് പഠിപ്പിക്കും. ഭക്ഷണം കഴിക്കാൻ തങ്ങൾ ഇരിക്കുമ്പോ അടുത്തേക്ക് കുട്ടികൾ വരും. ആ കുട്ടികളെ തങ്ങൾ അടുത്ത് തന്നെ ഇരുത്തും. കുട്ടികൾക്കൊരു സ്വഭാവമാണല്ലോ, പൊതുവെ അതൊരു കേടല്ല, അവരുടെ ഒരു സ്വഭാവമാണ്. ചിലപ്പോ 2 കൈ കൊണ്ടായിരിക്കും ഒരു സാധനം വലിച്ചെടുക്കുക. തങ്ങൾ അടുത്തിരിക്കുന്ന കുട്ടി 2 കൈയും പാത്രത്തിലേക്ക് അങ്ങ് നീട്ടിയപ്പോ ആ കുട്ടിയോട് തങ്ങൾ പറഞ്ഞു, കുൽ ബിയമീനിക്, വലത്തെ കൈ മാത്രം ഉപയോഗിക്കണം. പിന്നെ ആ കുട്ടി പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പോകുമ്പോ തങ്ങൾ പറഞ്ഞു, സമ്മില്ലാ, ബിസ്മി അല്ലണം മോനെ. പല പാത്രത്തിലേക്കും കൈ പോകാൻ തുടങ്ങിയപ്പോ തങ്ങൾ പറഞ്ഞു, കുൽ മിമ്മായലീക്, അടുത്തുള്ളതിൽ നിന്ന് എടുത്തങ്ങനെ ഉപയോഗിക്കണം. പിന്നീട് കുറെ പ്രായമായപ്പോഴും ആ സ്വഹാബി പറയുന്നു, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് തങ്ങളെ വീട്ടിൽ പോയപ്പോ അന്ന് എന്നെ പഠിപ്പിച്ച ഈ 3 വിഷയങ്ങളും ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ പാലിച്ചു പോരുന്നുണ്ട്. ഉപ്പമാരെ, ഉമ്മമാരെ, ആ അദബ് നമ്മൾ പ്രവൃത്തിപദത്തിൽ കാണിച്ചു കൊടുക്കേണ്ടതാണ്. അത് ഒരു സംഗതിക്കല്ല, എല്ലാ സംഗതികളിലും അത് വേണം. അതാണ് സത്യത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആത്മീയമായ ഭാവം. അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ചത്, ഇന്ന തസൗഫ കുല്ലഹു ലഹുവൽ അദബ് വമിനൽ അവാരിഫി ഫതുലുബൻഹു അവ്വിലാ. തസൗഫ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനമായത് അദബ് തന്നെയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അതാണ്, അദബാണ്. അത് ബഹുമാനിക്കേണ്ടിടത്ത് അങ്ങനെയും ചോദിക്കേണ്ടിടത്ത് പറയേണ്ടിടത്ത് അങ്ങനെയും പഠിപ്പിക്കണം. മുതിർന്നവര് നമ്മുടെ കൂടെ സംസാരിക്കുമ്പോ കുട്ടികൾ അതിനിടയിൽ ജവാബ് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആ കുട്ടികളെ വിളിച്ച് നന്നായി ഉപദേശിക്കണം. സ്വഹാബത്തിന്റെ കാലത്തൊക്കെ ഉള്ള അദബ് നോക്ക്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹിന്റെ ശേഷം സ്വഹാബത്തിന് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന പതിവ് എല്ലാ ദിവസവും ഉണ്ട്. അധികം ചിലപ്പോ കുറച്ച് നീണ്ട ചർച്ച തന്നെ ഉണ്ടാവും. ഒരു ദിവസം തങ്ങൾ ചോദിച്ചു, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുട്ടിയൊരു ചോദ്യം ചോദിക്കാൻ പോകുകയാണ്. ഇന്ന മിനശ്ശജരി ശജറതൻ മസലുഹാ മസലുൽ മുസ്ലിം. നിങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, മരങ്ങളെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ഉദാഹരണം ഒരു മുസ്ലിമിന്റെ ഉദാഹരണമാണ്. ഒരു മുസ്ലിമിനോട് ഉദാഹരിക്കാൻ പറ്റും ആ മരത്തിൽ. അതെന്താ? ആ മരത്തിന്റെ സർവ്വതും എല്ലാം ഉപകാരമാണ്. അങ്ങനെയാണല്ലോ ഒരു മുസ്ലിം. ഒരു മുസ്ലിമിന്റെ എല്ലാം ഉപകാരപ്രദമാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ അവന്റെ ഹറക്കാത്ത് സക്കനാത്തുകൾ മുഴുവൻ, അവന്റെ സാമീപ്യം, അവന്റെ സമ്പർക്കം, അവന്റെ സഹകരണം, അവന്റെ നടത്തം, അവന്റെ കൂട്ടുകെട്ട്, അവന്റെ ഇബാദത്ത്, അവന്റെ ഉപദേശങ്ങൾ, അവന്റെ സ്വകാര്യങ്ങൾ എല്ലാം ഉപകാരപ്രദമാണ്. ഒന്നിലും ഉപദ്രവകരമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പറ്റുന്ന, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഉദാഹരണമായി പറയാൻ പറ്റുന്ന ഒരു മരമുണ്ട്. സ്വഹാബത്തിലേക്ക് തങ്ങൾ ഇങ്ങനെ നോക്കി, ആരും പറയാതിരുന്നപ്പോ തങ്ങൾ പറഞ്ഞു, ദാക ഷജറത്തുൻ നഖിൽ, അത് ഈത്തപ്പഴ മരമാണ്.
ആ മറുപടിക്ക് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ ഒരു വാപ്പയും മോനും ഇങ്ങനെ മുന്നിൽ വാപ്പയും ബാക്കിൽ മോനും ഇങ്ങനെ പോകുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ. അപ്പൊ മകൻ പറഞ്ഞു വാപ്പയോട്, ഉപ്പാ ആ മറുപടി എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. എന്നാ മോനെ ആ സദസ്സിൽ അത് പറയണ്ട, വാപ്പക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും. എന്റെ മോനാ പറഞ്ഞു. അപ്പൊ എന്താ കുട്ടിന്റെ മറുപടി എന്ന് പറയാം, നിങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല. എന്താ പറയാതിരുന്നത്? അവിടെ ആരാ ഇരിക്കുന്നത്? ആ സദസ്സിൽ അപ്പുറപ്പുറമൊക്കെ ഇരിക്കുന്നവരാരാ? അവരെ മാനിച്ചുകൊണ്ട് എനിക്ക് അത് പറയാൻ ഒരു ഹൈബത്ത്, ഒരു ബഹുമാനത്തിന്റെ പേടി എന്ന് പറഞ്ഞ പേടി അത് വന്നുപോയി. അതൊരു അദബ. ആ അദബാന്ന് വിട്ടു. വാപ്പ വരുന്നുണ്ട്. ആ വാപ്പ വന്നോട്ടെ, വാപ്പയിലെ കയറി പോയിക്കോളൂ. ഞാൻ ഇവിടെ ഇരിക്കണ എന്താ തടസ്സമൊന്നുമില്ല. മോനെ വല്യാപ്പ വരുന്നു, വല്യാപ്പൊക്കെ വരാലോ, അതാ കയറി പോകാൻ പറ്റിയ സ്ഥലം ഉണ്ടല്ലോ. വല്യപ്പ വരുന്നുണ്ട് എന്ന് ബാപ്പ പറയുന്നത് എന്തിനാണ്? ഈ കുട്ടിക്ക് അത് ഓടിപ്പിക്കാനാണ്. ആ കുട്ടി എഴുന്നേൽക്കുന്നില്ലെങ്കിൽ കൈപിടിച്ച് പതുക്കെ മോനെ ഒന്ന് എഴുന്നേൽക്ക്. ബാപ്പ വരുമ്പോ, വല്യപ്പ വരുമ്പോ, മൂത്താപ്പ വരുമ്പോ ബഹുമാനിക്കേണ്ടവരാര് വന്നാലും നീ എഴുന്നേൽക്കണം. ആ ബഹുമാനിക്കേണ്ടവരെ കൂട്ടത്തിൽ പെട്ടവരാണ് മുതിർന്നവർ. നിന്റെ സ്വന്തം ചേട്ടനാണ് ആ വരുന്നത്. ആ ചേട്ടൻ വരുമ്പോൾ നീ ബഹുമാനിക്കണം. ആ ബഹുമാനം പഴയകാലത്ത് ഉമ്മമാരാണ് നന്നായി പഠിപ്പിച്ചിരുന്നത്. ഉമ്മമാരെ ആ അദബ് ഇന്ന് വിട്ടുപോകാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ മാനക്കേട്. ചേട്ടനും അഞ്ചനും തമ്മിലുള്ള വ്യത്യാസം ഒരു മിനിറ്റിന്റെ വ്യത്യാസത്തിൽ വന്ന മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു സ്വാലിഹ്, അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുമാ ഇരട്ടകളാണ്. അവര് ജനിച്ച ഉടനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ബാപ്പ മരണപ്പെട്ടു പോയി. പിന്നെ ഉമ്മാന്റെ തണലിലാണ് ഈ രണ്ട് മക്കളും വളരുന്നത്. അതിൽ മൂത്ത ആളാണ് ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു. ആ ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ബാക്കിലാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ സീറ്റ്. ഒരേ വലുപ്പമാണ്, കണ്ടാലും ഏറെക്കുറെ ഒരേ രൂപമാണ്. പക്ഷേ ജ്യേഷ്ഠൻ നടക്കുമ്പോ പിന്നാലെയല്ലാതെ നടന്നിട്ടില്ല. ചോദിച്ചു, നിങ്ങൾ ഇരട്ടകളല്ലേ? അപ്പൊ അനുജന്റെ മറുപടി, അലി ഇബ്നു സ്വാലിഹ് തങ്ങളുടെ മറുപടി, അതെ, ഞാൻ വരുന്നതിന്റെ ഒരു മിനിറ്റ് മുമ്പല്ലേ എന്റെ ചേട്ടൻ ദുനിയാവിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിലും അതെന്റെ മൂത്ത ആളാണ്. മണിക്കൂറിന്റെ മാറ്റമുണ്ടോ? ഇല്ല. ദിവസത്തിന്റെ മാറ്റമുണ്ടോ? ഇല്ല. മാസങ്ങളുടെ വർഷങ്ങളുടെ മാറ്റമുണ്ടോ? ഇല്ല. ഇത് ഉപ്പമാരെ നമ്മൾ പകർത്തി കാണിച്ചു കൊടുക്കണം. എന്റെ ഉപ്പ എഴുന്നേറ്റത് ഒന്നുമല്ല, എന്റെ ചേട്ടനാ വരുന്നത്. സത്യത്തിൽ ആ ചേട്ടന് കഴിവ് കുറവാണ്. എല്ലാ മേഖലകളിലും ആള് വീക്കുള്ള ആളാണ്, വീക്ക്നെസ് ഉള്ള ആളാണ്. പക്ഷേ ഏത് മേഖലയിൽ ആള് താഴോട്ടാണെങ്കിലും ഒരു വിഷയത്തിൽ ആള് മുന്നോട്ടാണ്. അതേതിലാണ്? മൂത്ത തലം എന്ന നിലക്ക്, മൂത്ത ആള് എന്ന നിലക്ക് ഒരു പരിഗണന വിടാൻ പറ്റൂല. അങ്ങനെയാണത് മക്കൾക്ക് പഠിപ്പിക്കുന്നത്. ഉപ്പ എന്തിനാണ് ഇപ്പൊ എഴുന്നേറ്റത്? അത് എന്റെ ജ്യേഷ്ഠനാണ് മോനെ, മൂത്താളാണ്, അഥവാ നിന്റെ മൂത്താപ്പയാണ്. ആ മൂത്താപ്പയല്ലേ ഉപ്പാനോട് കഴിഞ്ഞ ദിവസം കുറെ ചൂടായി സംസാരിച്ച് ചീത്ത പറഞ്ഞത്. അതൊക്കെയാണെങ്കിലും ഞാൻ ബഹുമാനിക്കേണ്ട ഒരു തലമുണ്ട്. അതാ മൂത്തവൻ എന്ന അർത്ഥത്തിലുള്ള ബഹുമാനം ഇതുകൊണ്ടൊന്നും പോകൂല. സത്യത്തിൽ നോക്കൂ, ആ ഒരു തലം, ആ ഒരു ബഹുമാനം വല്ലാത്ത ബഹുമാനമാണ്. ഈ രണ്ട് മഹാന്മാര് അവർക്ക് ഈ അദബ് പഠിപ്പിച്ചത് ആ ഉമ്മയാണ്. ഉമ്മമാരെ ആ അദബ് മാത്രമല്ല, ഈ രണ്ട് കുട്ടികൾക്ക് ആ ഉമ്മ പഠിപ്പിച്ചത്. ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിനും അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിനും ഉമ്മ പഠിപ്പിച്ച വല്ലാത്ത അദബിൽപ്പെട്ട ഒന്നാണ്. അവർക്ക് തമ്മീസായ പ്രായം മുതൽക്ക് സുബ്ഹിന്റെ മുമ്പ് ഉമ്മയെ നിൽക്കുമ്പോൾ ഈ കുട്ടികളെയും വിളിച്ചുണർത്താറുണ്ട്. പ്രായപൂർത്തി എത്തിയിട്ടില്ല. ഉമ്മമാര് മക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷണമാണ്, അഥവാണ് ഇന്ന് നമ്മൾ കാണാതെ
കാണാതെ പോകുന്നത് അതാണ്. ഉമ്മയും മകനും ചങ്ങാതിമാരെ പോലെ, മൂത്താളും താഴെയാളും ഫ്രണ്ട്സിനെ പോലെ അങ്ങനെ ആയിക്കൂടാ. അത് നമ്മുടെ സമൂഹത്തിന് വരുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. അതുകൊണ്ട് കിട്ടുന്ന ആപത്ത് ചെറുതല്ല. ബഹുമാനമുള്ള വീടുണ്ടോ അവിടെ അല്ലാഹു ബറക്കത്ത് ഒരു മിനിറ്റ് പിറകോട്ടാക്കൂല. അതവുള്ള കുടുംബമാണോ ആ കുടുംബത്തിലാണ് ഏറ്റവും വലിയ ബഹുമാനമുള്ളത്. സ്വാലിഹീങ്ങൾ ജനിക്കുന്നത് ആ കുടുംബത്തിലാണ്. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ ആ കാലഘട്ടത്തിലെ ഒരു പണ്ഡിതനോട് ഒരു മസ്അല ചോദിക്കാൻ ചെന്നു. എന്താ മസ്അല? ഞാനിങ്ങനെ വീട്ടിൽ രാത്രി തുന്നിക്കൊണ്ടിരിക്കുമ്പോ ലൈറ്റ് അണഞ്ഞു പോയി. മുന്നിലൂടെ ഒരാള് ഒരു പാനൂസും കത്തിച്ചു പോയി. പഴയകാലത്തെ പാനൂസ് ഇല്ലേ? പത്ത് ആൾക്കാർക്ക് പാനൂസ് അറിയുന്നാവോ? അറിയാത്തവർ അറിയുന്നവരോട് ചോദിച്ചോട്ടെ. ഇല്ലാന്തേന് പഴയ അറിവും പഠിക്കണം. ഒരു ലൈറ്റ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സ്ട്രോങ് ലൈറ്റോ മറ്റേ ലൈറ്റോ അതൊന്ന് കത്തിച്ചു പോയി. പഴയകാലത്തെ വിളക്ക് അത് കത്തിച്ചു പോയപ്പോ ആ വെളിച്ചത്തിൽ എനിക്ക് തുന്നാൻ പറ്റുമോ ഇല്ലേന്നാണ് ചോദ്യം. എന്താ ചോദ്യത്തിന്റെ പിന്നിലുള്ള താല്പര്യം മനസ്സിലായോ? ആ വിളക്ക് കത്തിച്ചത് ഹലാലായ എണ്ണ കൊണ്ടാണോ അല്ലേന്ന് എനിക്കറിയില്ലല്ലോ. ഈ സഹോദരി ചോദിക്കുന്ന ചോദ്യത്തിന്റെ മർമ്മം അതാണ്. അപ്പോഴാണ് ആ പണ്ഡിതൻ പറഞ്ഞത്, മിൻ ബൈതികും യഖ്റുജുൽ വരിഉസ് സാലിഹു, നിങ്ങളെ കുടുംബത്തിൽ നല്ല മനുഷ്യന്മാരുണ്ടാകും. നിങ്ങളെ കുടുംബത്തിൽ നല്ല നല്ല ആൾക്കാർ വരും. ചോദ്യം ഈ രൂപത്തിലാണെങ്കിൽ പിന്നെ ആ കുടുംബത്തിന്റെ ഉള്ളിലുള്ള അതവ് എത്രമാത്രം സൗന്ദര്യമായിരിക്കും. ആ സഹോദരിയുടെ സഹോദരനാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല ബഹുമാനം കൊടുത്ത് അല്ലാഹു തആലാന്റെ ഒരു ഇസ്മിനെ ആദരവോടെ ബഹുമാനത്തോടെ വെച്ചപ്പോൾ നമുക്കുണ്ടോ ബഹുമാനം? ബിസ്മില്ലാഹി എന്ന് എഴുതിയ ഒരു പേപ്പർ, ആ പേപ്പർ ചവിട്ടുന്ന സ്ഥലത്ത് കണ്ടപ്പോ ഇബ്നു കസീർ റിപ്പോർട്ട് ചെയ്ത ചരിത്രത്തിൽ കാണാം. അതിങ്ങനെ എടുത്തിട്ട് ബിശ്റുൽ ഹാഫി പറഞ്ഞു. ബിശ്റിന്റെ കൂടെ ഒരു ഹാഫി കണ്ടില്ല. കുട്ടികൾക്ക് പേരിടുമ്പോ ബിശ്ർ ഇട്ടാ മതി, ഹാഫി വേണ്ട. ഹാഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാതിരിക്കുന്ന നടക്കുന്ന ആളെന്നാ. നമ്മുടെ കുട്ടികളും അങ്ങനെ ആണെന്നുണ്ടോ? അന്ന് അങ്ങനെ പേര് വരാൻ കാരണം ഒരു ചെരുപ്പിന്റെ 4 ഭാഗവും പൊട്ടിയപ്പോ ചെരുപ്പ് തുന്നുന്ന ഒരാളത്ത് കൊണ്ടുപോയി കൊടുത്തതും തുന്നിത്തരണം. ചെരുപ്പ് തുന്നി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പടച്ചോനെ നിങ്ങളെ പോലത്തെ മനുഷ്യന്മാര് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഇടങ്ങേറത്ര, ഇത് ഇനി തുന്നാൻ കഴിയില്ല. ആ കോലത്തിലെത്തിയിട്ടുണ്ട്. 4 ഭാഗം പൊട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഇനി തുന്നിയാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെയും പൊട്ടൂല. അപ്പൊ ബിശ്ർ എന്നവർ ചിന്തിച്ചു, ഏത് ചെരുപ്പ് വാങ്ങിയാലും ഇങ്ങനെ ഉണ്ടാകൂലേ, അതുകൊണ്ട് ഇനി ചെരുപ്പ് തന്നെ വേണ്ട, ഞാൻ ആർക്കൊരു പ്രയാസത്തിനെ കൊണ്ട് ഉണ്ടാകണ്ട. അങ്ങനെയാണ് ബിശ്റുൽ ഹാഫി എന്ന് പറഞ്ഞത്. പേരിടുമ്പോ ബിശ്ർ ഇട്ടാ മതി, ഹാഫി വേണ്ട. ഹാഫി എന്ന് പറഞ്ഞാൽ നഗ്നപാദം ചെരുപ്പില്ല നടക്കുന്ന ആളെന്നാ. അത് അങ്ങനെ വന്നതാണ് പേരിന്റെ കൂടെ. ഈ മഹാനുഭാവൻ ഒരു കടലാസ് കണ്ടപ്പോ അത് എടുത്തിട്ട്, ഇലാഹി ഇസ്മുക ഹാഹുനാ മുൽഖയ്യുദാസ്, പടച്ചോനെ നിന്റെ ഇസ്മ ഇവിടെ നിലത്തിട്ട് ചവിട്ടാണല്ലോ ആൾക്കാർ. വല്ലാത്തൊരു അതബോടെ ബഹുമാനത്തോടെ അത് എടുത്തുയർത്തിയിട്ട് ഒരത്തറ് വാങ്ങിയിട്ട് അത്തറ് തേച്ചിട്ട് വീഴാൻ സാധ്യതല്ലാത്ത ഒരു സ്ഥലത്ത് അതിങ്ങനെ വെച്ചു. ആ ഒരൊറ്റ അതബ് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ബിശ്റിനെ ഉയർത്തുകയാണ്. ആ ചെറുപ്പക്കാരനെ മേലോട്ട് ഉയർത്തുകയാണ്. നേരത്തെ ആ പണ്ഡിതൻ പറഞ്ഞില്ലേ, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് സ്വാലിഹായ സൂക്ഷ്മതയുള്ള ഒരാൾ വരും. ആ മഹാനാണ് ഇപ്പൊ വരുന്നത്. എന്താ അതിന് നിമിത്തം? അതബാണ്, ബഹുമാനമാണ്. വീടുകളിൽ പോയാൽ ചില വീടുകളിൽ ഇവിടെ ഏതെങ്കിലും വീട് പോയി കണ്ടിട്ട് പറയാൻ നേരുന്നു കേട്ടോ, ഞാൻ ഒറ്റ വീടും പോയി നോക്കിയില്ല, നോക്കി വീട്ടിൽ കണ്ടിട്ടില്ല. നല്ല ഷെൽഫ് ഉണ്ടാകും, അതുപോലെ തന്നെ നല്ല പൂക്കളും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്, ചിലത് തോന്നും എടുക്കാനുള്ള സൗകര്യത്തിനായിരിക്കും അങ്ങനെ വെച്ചത്. അടിയിലെ ഭാഗത്ത് കാണാം മുസ്ഹഫും മൗലിദ് കിതാബും മറ്റുമൊക്കെ വെച്ചിരിക്കുന്നത്. അതിന്റെ മേലെയാണ് പൂച്ചട്ടിയുള്ളത്, അതിന്റെ മേലെയാണ് ഗ്ലാസ് ഉള്ളത്, നല്ല സൗന്ദര്യമുള്ള ജ്യൂസ് ഗ്ലാസ്, അതിന്റെ മേലെയാണ് നല്ല പൊട്ടുന്ന പാത്രങ്ങൾ ഉള്ളത്, അടിയിലാണ് മുസ്ഹഫും ഈ ബഹുമാനമുള്ള അദ്കാറിന്റെ കിതാബൊക്കെ ഉള്ളത്. അത് മേലെയാണ് വേണ്ടത്, ഏറ്റവും മേലെ
ഏറ്റവും മുകളിലാണ് അതിന്റെ സ്ഥാനം. അതിന്റെ മുകളിൽ മറ്റൊന്നിന് വകുപ്പില്ല. ഒരു പേന പോലും വെക്കാൻ, ഒരു കണ്ണട വെക്കാൻ, ഒരു കണ്ണടയുടെ കൂട് വെക്കാൻ, ഒരു മരുന്നിന്റെ കൂട് വെക്കാൻ ഒരു വകുപ്പും അല്ലാഹു തന്നിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ കലാമിനേക്കാൾ ഉയർന്നത് ലോകത്തെന്താ ഉള്ളത്? ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ബിശ്റുൽ ഹാഫിക്ക് അന്ന് കിട്ടുന്ന ഒരു അശരീരി എന്താണെന്നറിയോ? ഓ ബിശ്റേ, ലഉതയ്യിബന്ന ഇസ്മക ഫിദ്ദുനിയാ വൽആഖിറ കമാ തയ്യബ്ത ഇസ്മീ. നിന്റെ നാമം ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ പരിശുദ്ധമാക്കും. എന്റെ ഇസ്മ നീ പരിശുദ്ധമാക്കിയല്ലോ, നീ അതിനെ സുഗന്ധപൂരിതമാക്കിയല്ലോ. ഒരു ബിസ്മില്ലാഹിക്കല്ലേ സൗന്ദര്യം കൊടുത്തത്, ഒരു ബിസ്മില്ലാഹിക്കല്ലേ ബഹുമാനം കൊടുത്തത്. ബഹുമാനം കൊടുക്കേണ്ടതിന് ആ രൂപത്തിൽ ബഹുമാനം കൊടുക്കണം, ആ രൂപത്തിൽ അദബ് കൊടുക്കണം. ആ അദബ് കൊണ്ടാണ്, ആ ഒരു ബഹുമാനം കൊണ്ടാണ് വലിയ ഉയർച്ചയിലേക്ക് എത്തിയത്. എന്നിട്ട് ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ബിശ്റുൽ ഹാഫി തങ്ങളെ അല്ലാഹു ഉയർത്തിയിട്ട് ഏത് ലെവലിൽ എത്തിച്ചു എന്നറിയോ? പിന്നീട് മഹാനവറുകൾക്ക് അല്ലാഹു തആല ലദുന്നിയായ നിലക്കുള്ള ഇൽമു നൽകി. അങ്ങനെ ഒരു ഇൽമുണ്ടോ? ഉണ്ട്. സൂറത്ത് കഹ്ഫിലൂടെ ഓതാറില്ലേ? ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. നമ്മൾ ഡയറക്റ്റായി അറിവ് പകർന്നു കൊടുത്തൊരു മഹാൻ. അത് ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞതാണ്. അല്ലാഹു തആല ഡയറക്റ്റായി കൊടുക്കുന്ന ഇൽമു വഹ്ബിയായ ഇൽമു. ഇമാം ബൈളാവി തങ്ങൾ വിശദീകരിച്ചതുപോലെ ഇൽമു രണ്ട് തലമുണ്ട്. കസ്ബിയായ ഇൽമുമുണ്ട്, വഹ്ബിയായ ഇൽമുമുണ്ട്. അല്ലാഹു ഓശാരമായി കൊടുക്കുന്ന ഇൽമുണ്ട്. സാധാ ഞമ്മക്കൊക്കെ ഇത് കിട്ടുമോ? ഒക്കെ വേണോ? എല്ലാവർക്കും കിട്ടും. ഒറ്റ കണ്ടീഷനുള്ളൂ. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അറിയാത്ത ഇൽമൊക്കെ അറിയാത്ത മാർഗത്തിലൂടെ വഴിയിലൂടെ കിട്ടണോ? പഠിച്ചതങ്ങ് പ്രാക്ടിക്കലാക്കിയാൽ മതി. ഇപ്പോഴും അറിവുള്ളത് പലതും പുലർന്നിട്ടില്ലല്ലോ, നമ്മൾ ചെയ്യാൻ ഇറങ്ങിയിട്ടില്ലല്ലോ. മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം. അറിയുന്നതങ്ങ് അനുവർത്തിച്ചാൽ അറിയാത്തത് അല്ലാഹു പഠിപ്പിച്ചു. എങ്ങനെ പഠിപ്പിക്കണോ അങ്ങനെ പഠിപ്പിക്കും. മനസ്സങ്ങോട്ട് വിശാലമാക്കി തന്നാൽ ഇൽമ അങ്ങോട്ട് കയറൂലേ, എല്ലാത്തരം ഇൽമും കിട്ടൂലേ. ആ വലിയ ഇൽമിന്റെ ഉടമയായി ബിശ്റുൽ ഹാഫി. പിന്നെ മഹാനവറുകളുടെ കൂടെ ശിഷ്യന്മാര് കൂടാൻ തുടങ്ങി. ഏത് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോഴും മഹാനവറുകൾക്ക് അല്ലാഹു നൽകിയ സൗന്ദര്യം. ഭക്ഷണം സംസാരിക്കും, ഇത് തിന്നാൻ പറ്റൂലേ? അത് കിട്ടിയാൽ ഒക്കെ രക്ഷപ്പെട്ടു. ദുആ രക്ഷപ്പെട്ടു, നിസ്കാരം രക്ഷപ്പെട്ടു, ഹജ്ജ് രക്ഷപ്പെട്ടു, സദഖ രക്ഷപ്പെട്ടു, ഉംറ എല്ലാ അമലും സ്വീകരിക്കാനുള്ള മാനദണ്ഡമാണല്ലോ തിന്നുന്നത് ഹലാലാവുക, കണ്ടീഷനാവുക. ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരാണ് മുർസലുകൾ. അവരോട് വരെ അല്ലാഹു തആല വിളിച്ചു പറഞ്ഞ ഒരു വിഷയമാണ് കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹാ. മുർസലീങ്ങളെ ഹലാല് മാത്രം ഭക്ഷിക്കുക, എന്നിട്ട് നല്ലത് ചെയ്യുക. സ്വാലിഹായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഭക്ഷിക്കുന്നത് ഹലാലാകണം. അതിന് വലിയ തൗഫീഖാണ്. ബിശ്റുൽ ഹാഫി തങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലേ നോക്കിയിട്ട് ശിഷ്യന്മാർ കഴിക്കുള്ളൂ. ഭക്ഷണം പറയും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ അതങ്ങ് നീക്കി വെക്കും. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഭക്ഷിക്കൂല. ആ ഒരു ഉന്നതമായ അവസ്ഥയിലേക്കുള്ള ഉയർച്ച ലഭിച്ചത് ഒരു അദബാണ് അതിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനമായും വർത്തിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. ആ മേഖലയിൽ നമുക്കൊരു കുറവും വന്നുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകൾ എഴുതിയ ഒരു കടലാസ്, അസ്മാഉൽ ഹുസ്ന എഴുതിയ ഒരു പേപ്പർ നല്ല ലാമിനേഷൻ ചെയ്ത് കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കൂട് വീണ് പൊട്ടിപ്പോയി. പൊട്ടിയാലും അതിന്റെ ഉള്ളിലെ ഇസ്മിന് ബഹുമാനമുണ്ട്. അത് അർഹിക്കുന്ന സ്ഥലത്ത് വെക്കണം. പൊട്ടി
പോകുമ്പോ പിന്നത് കോണിക്കൂട്ടിലേക്ക് കൊണ്ടുപോയി എല്ലാ വസ്തുക്കളുടെയും അടിയിൽ അതിന്റെ മുകളിൽ പിന്നെ ഒരുപാട് വസ്തുക്കൾ വന്നിട്ടുണ്ട്. അങ്ങനെ വരരുത്. ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഇസ്മിന് വലിയ ബഹുമാനമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മിന് ബഹുമാനമുണ്ട്. മലായികത്തിന്റെ ഇസ്മിന്, മഹാന്മാരെ ഇസ്മുകൾക്കൊക്കെ ബഹുമാനമുണ്ട്. അത് അർഹിക്കുന്ന രൂപത്തിലാണോ സ്വീകരിക്കുന്നത്, നമുക്കതുകൊണ്ട് വലിയ ഖൈറാൻ. ആ ഒരു അദബിന്റെ തലം നമ്മൾ മറക്കരുത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ വിശുദ്ധ ഖുർആൻ ഉള്ളവർ എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഉണ്ടാകും. ആ ഖുർആനിനെ നല്ല അദബോടെ സൂക്ഷിക്കണം. അതിന്റെ പേജുകളൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട്, ചട്ട പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊരു മൈൻഡില്ലാതെ ആകരുത്. നമ്മുടെ കയ്യിലുള്ള ഒരു കാർഡിലെ ഐഡന്റിറ്റി കാർഡ് ലാമിനേഷൻ ചെയ്ത് ഭദ്രമാക്കിയിട്ടില്ലേ, നമ്മുടെ പാസ്പോർട്ട് ഭദ്രമാക്കിയിട്ടില്ലേ, നമ്മുടെ എല്ലാ കാർഡുകളും ഭദ്രമാക്കിയിട്ടില്ലേ, ഇനി ഒരു കാലത്തും പൊട്ടിപ്പോകാത്ത രൂപത്തിലാക്കിയിട്ടില്ലേ. ഓതുന്ന ഖുർആൻ പേജുകളൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ട്. നീ അതൊന്ന് തുന്നാൻ കൊടുത്ത് ഭംഗിയായൊന്ന് തുന്നിയിട്ട് ഒരു 10-20 രൂപക്ക് വൃത്തിയായി പെയിന്റ് ചെയ്താൽ അള്ളാഹു നിന്നെ പരിഗണിക്കാൻ ആ ഒരൊറ്റ അദബ് മതിയാകും. വീട്ടിലുള്ള ഖുർആൻ നന്നായതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിപാലിക്കേണ്ടതുണ്ട്. നാളെ ആഖിറത്തിൽ എത്തിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ദോഷികളായ ആളുകളെ പറ്റിയിട്ട് അള്ളാഹുവിനോട് പരാതി പറയുന്നത്, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. റബ്ബേ, എന്റെ ജനത, എന്റെ സമൂഹം ഈ ഖുർആനിനെ കയ്യൊഴിഞ്ഞു പോയി, വേണ്ടതുപോലെ പരിഗണിച്ചില്ല. നമ്മൾ മരിക്കും വരെ നമ്മളൊരു ഖുർആൻ ഓതിയിട്ടുണ്ട്, അതിന്റെ ചട്ട പോന്നിട്ട് നമ്മൾ മൈൻഡാക്കിയിട്ടില്ല, അതൊന്ന് തുന്നി പിടിപ്പിച്ചിട്ടില്ല, ഒരു 10-15 രൂപന്റെ പശ വാങ്ങിയിട്ട് ഒരു പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ടില്ല. നാളെ നമുക്കെതിരെ ആ ഖുർആന് സാക്ഷിയാകരുത്. തുറന്നു നോക്കാത്ത ഖുർആൻ പറയുമെന്ന് ഹദീസിലുണ്ട്, ഇവൻ എന്നെ കൊണ്ടുവന്ന് പൂട്ടിവെച്ചതാണ്, ഒരിക്കലും എടുത്തൊന്ന് തുറന്നു നോക്കിയിട്ടില്ല. എന്നും തുറന്നു നോക്കേണ്ട, എന്നും ഓതേണ്ടതാണ് വിശുദ്ധ ഖുർആൻ. പുരുഷന്മാർക്ക് അതിന് സാധിക്കുമല്ലോ, സ്ത്രീകൾക്ക് എന്നും തുറക്കാൻ പറ്റാത്ത നേരം വന്നേക്കും. അപ്പോഴും ഇമാം നബവി റളിയല്ലാഹു അൻഹു സ്ത്രീകളോട് പറഞ്ഞു, അവർക്ക് ഖുർആൻ കേൾക്കാൻ പറ്റുമല്ലോ, നോക്കാൻ പറ്റുമല്ലോ, അത് രണ്ടും ഒഴിവാക്കരുത്. ഖുർആൻ നോക്കാത്തൊരു ദിവസവും ഇത്ര അദബുകേടുള്ള ഒരു സംഗതി ദുന്യാവിൽ പറഞ്ഞു. ഇന്ന് ഖുർആൻ നോക്കിയിട്ടില്ലേ, ഫാത്തിഹ ഓതിയോ കുൽഹുവല്ലാഹ് ഓതിയോ എന്നല്ല, ഖുർആൻ നോക്കിയിട്ടില്ലേ, നോക്കി ഓതിയിട്ടില്ലേ. ഇന്നത്തെ ദിവസം വല്ലാത്ത ദുശഗുണമുള്ള ദിവസം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ടോ? അതാണ് അദബിന്റെ കുറവ് കൊണ്ട് ബർക്കത്തൊക്കെ കുറഞ്ഞു പോകുന്നത്. അറേബ്യയിൽ പോയാൽ നമുക്ക് നല്ല പട്ടാണികളെ കാണും. 1-ാം നമ്പർ പട്ടാണികൾ, ജോലിക്കൊക്കെ പോകുന്ന തിരക്കുള്ള ആൾക്കാർ. അവര് ഈ ഖുർആൻ ഒന്ന് ഒന്നിങ്ങനെ മറിച്ചു നോക്കിയിട്ട് ഒന്നിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട്, കുറെ നേരം ഓതിയിരിക്കാൻ നേരമല്ല, എന്നാലും രാവിലെ ഒന്ന് എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് അൽഹംദുലില്ലാ ഒന്നിങ്ങനെ ചുംബനം നൽകിയിട്ട്, ഖുർആൻ എടുക്കുമ്പോഴും ഖുർആൻ അവിടെ വെക്കുമ്പോഴും 2 സമയത്തും ചുംബിക്കൽ സുന്നത്താണെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. എന്താണ് എടുക്കുന്നത്? അള്ളാഹുവിന്റെ കലാമാണ്, ഖുർആനാണ്. ഒരു അദബുകേട് ഇതിൽ സംഭവിച്ചു പോകരുത്. ഖുർആനുമായി ബന്ധപ്പെട്ട അദബുകൾ മാത്രം എഴുതിയൊരു കിതാബുണ്ട് ഇമാം നബവി തങ്ങൾക്ക്. അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഖുർആനിന്റെ മുന്നിൽ എങ്ങനെ ഇരിക്കണം. ആ ഇരുത്തത്തിന്റെ രൂപം അങ്ങോട്ട് പറയുമ്പോഴേ, ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുന്ന രൂപം പറയുമ്പോഴേ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. എങ്ങനെ ഖുർആന്റെ മുന്നിൽ ഇരിക്കുന്നത്? മഹാനവറുകൾ ആ പറഞ്ഞ ശൈലി ഒന്ന് നോക്കി. ഖുർആനിന്റെ മുന്നിൽ അവൻ ഇരിക്കണം.
ഉസ്താദിന്റെ മുന്നിലിരിക്കുന്ന ശിഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വലത്തോട്ടും ഇടത്തോട്ടും നോക്കുമോ ഉസ്താദിന്റെ മുന്നിലിരിക്കുമ്പോ, നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ? ഇല്ല, പൂർണ്ണ ശ്രദ്ധ. ഇരുത്തം തന്നെ ഒരു അനാദരവായ രൂപത്തിൽ വരുമോ? ഇല്ല. ഉസ്താദിന്റെ മുന്നിൽ നമ്മൾ ഒരു ക്ലാസ് കിതാബോധാണ്. അപ്പൊ ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ രണ്ട് കാലം ഇങ്ങനെ നീട്ടി മട്ടത്തിൽ ഇങ്ങനെ സാർ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ ശരിക്കും ചാരിന്ന് കേൾക്കുന്നുണ്ട്, ഇരിക്കുമോ? ഒന്ന് ഒതുങ്ങിയിരിക്കാൻ നമ്മളോട് പറയില്ലേ? എന്താ അങ്ങനെ മുഅല്ലിമിന്റെ മുന്നിൽ ഇരിക്കും പോലെ, ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കും പോലെ വണക്കത്തോടെ അപ്പുറത്തും ഇപ്പുറത്തേക്കും നോക്കാതെ പൂർണ്ണ ശ്രദ്ധ അതിലേക്ക്, പൂർണ്ണ നോട്ടം അതിലേക്ക്, കൈകൊണ്ട് കളിക്കാതെ, കാലുകൊണ്ട് കളിക്കാതെ, വേറെ ഒന്നുകൊണ്ടും കളിക്കാതെ കളിയൊക്കെ മാറ്റി വെച്ച് കാര്യത്തിലിരിക്കുന്നൊരു ഇരുത്തമാണത്. ബഹുമാന പുരസ്സരം ഇരിക്കുന്നൊരു ഇരുത്തമാണത്. ആരുടെ മുന്നിൽ ബഹുമാനം സ്വീകരിച്ചിട്ടില്ലെങ്കിലും സ്വീകരിക്കേണ്ട ഒരു തലമാണത് മുഅല്ലിമിന്റെ മുന്നിലുള്ള ഇരുത്തം. ഉസ്താദിന്റെ മുന്നിലുള്ള ഇരുത്തം. നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരു കുട്ടി വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കുമ്പോഴേക്ക് എന്താ മോനെ അങ്ങോട്ട് നോക്കുന്നത്? ആ കുട്ടി വല്ലതും പറയുകയാണെങ്കിൽ ഉസ്താദ് എങ്ങനെ ഒരു പ്രശ്നം അവിടെ കണ്ടിട്ട് നോക്കുകയാണ്, ഉടൻ അത് പരിഹരിച്ചുകൊണ്ട് ഇങ്ങോട്ട് തന്നെ നോക്കുന്ന് പറയില്ലേ? നല്ല ശ്രദ്ധയോടുകൂടെ, പൂർണ്ണ ശ്രദ്ധയോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാതെ കളിക്കാതെ ഇരിക്കണം. മുഅല്ലിമിന്റെ മുന്നിൽ ഇരിക്കും പോലെ ഇരിക്കണമെന്ന് പറയാൻ കാരണം ഖുർആന് നമ്മുടെ ഇമാമല്ലേ ഖുർആൻ, നമ്മുടെ ഇമാമല്ലേ ഖുർആൻ. ആ ഇമാമിനെ എത്രമാത്രം ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്. മുന്നിലുള്ള ഖുർആനിലേക്ക് എങ്ങനെയാ നോക്കേണ്ടത്? ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ ഇതാ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉയർത്തിയിട്ട് വായിക്കുന്നതിനേക്കാളും ഉത്തമം ഖുർആൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഖുർആനിലേക്ക് തല ഇങ്ങോട്ട് താഴ്ത്തി വെക്കലാ നല്ലത്. നമ്മളെ കീബറൊക്കെ കുറച്ച് കുറയാനേ, നമ്മളെ ഈ കിബറും കട്ടിയും കാനൊക്കെ ഒന്ന് കുറയാനേ തല അതിലിങ്ങനെ താഴ്ത്തി അല്ലെ? പഴയ കാലത്ത് റിഹാലും മുസാഫ് വെച്ച് അതിലിങ്ങനെ താഴ്ത്തി നോക്കല്ലേ? ഒരു സ്റ്റേജിൽ മുസാഫ് ഇങ്ങനെ വെച്ചൊരു പടിയിൽ വെച്ച് അതിലിങ്ങനെ താഴ്ത്തി നോക്കിയിട്ടല്ലേ ഓതുന്നത്? വീട്ടിലൊക്കെ ഒരു ടേബിളിൽ മുസാഫ് ഇങ്ങനെ ഒരു കുരി വെച്ച് അതിന്റെ മേലെ മുസാഫ് വെച്ച് അതിലേക്ക് ഇങ്ങനെ താഴെ താഴ്ത്തിയിട്ടാണ്, തലയും മുഖവും താഴ്ത്തി. എന്തിനാണത്? അത് ഇതിനാണ്. നമ്മുടെ ഗർവൊന്ന് കുറഞ്ഞു കിട്ടാൻ, നല്ല ബഹുമാനം മുന്നിൽ കിട്ടാൻ. അപ്പൊ ഇരിക്കുന്ന ഇടത്തും നോക്കുന്ന ഇടത്തും മാത്രമല്ല, അതിനേക്കാളും വലിയൊരു അദബുണ്ട് ഉമ്മമാരെ. എന്താണെന്നറിയോ? ആ ഖുർആൻ ഓതിത്തീരുന്നതിനിടക്ക് അജ്നബിയായ ഒരു സംസാരം വരരുത്. അതിനാ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. യാസീൻ ഓതുന്നുണ്ട് വീട്ടില്, പക്ഷേ ഓരോ മുബീനിന്റെ ഇടയിൽ ഓരോ കാര്യം പറയുന്നുണ്ട്, ഓരോ ആയത്തിന്റെ ഇടയിൽ ഓരോ വിഷയം പറയുന്നുണ്ട്, പിന്നെ ഓതുന്നുണ്ട്. എന്താണ് ഈ ഓതുന്നത്? ഒരു പത്രമാണോ പേപ്പറാണോ? അല്ല, വളരെ ബഹുമാനത്തോടുകൂടെ ഓത്തു തുടങ്ങിയിട്ട് നിർത്തുന്നതിന്റെ ഇടക്ക് ആര് ചോദിച്ചാലും ആര് പറഞ്ഞാലും മറുപടി പറയാത്ത മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഒരു സ്വീകരിച്ച അതബങ്ങനെ മത്താഫിൽ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ മഹാനായ സാലിം റളിയല്ലാഹു അൻഹു, റളിയല്ലാഹുവിന്റെ പേര് തവാഫ് ചെയ്യാണ് മത്താഫിൽ ഇങ്ങനെ. വലിയ പണ്ഡിതനാണ്, വലിയ ഫഖീഹാണ്. ആളുകൾ വന്നിട്ട് അങ്ങനെ സംശയങ്ങൾ ചോദിക്കും, ഒരാളോടും ഒരു മറുപടി ഇല്ല. തവാഫ് ഇങ്ങനെ ചെയ്യാം, ദിക്ർ ചൊല്ലുന്നുണ്ട്, ഓരോ പോയിന്റിൽ നിന്ന് ദ്വാരക്കുന്നുണ്ട്, ദിക്റിൽ നിന്ന് ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഓരോ കാര്യം ചോദിക്കണം, ഒന്നിനും മറുപടി ഇറങ്ങി. തവാഫ് കഴിഞ്ഞ് മക്കാം ഇബ്രാഹിമിന്റെ പിന്നിലെത്തിയിട്ട് 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് പുറത്തു പോയപ്പോ നിങ്ങളെന്താ ചോദിച്ചിരുന്നാ? എന്താ ചോദിച്ചിരുന്നു? എന്താ അതിനിടക്ക് നമ്മളാണെങ്കിലും തവാഫ് അങ്ങനെ എവിടെ നമ്മൾ നിൽക്കുന്നത്? എന്താ നമ്മൾ ചെയ്യുന്നത്? ആരോടാ ദ്വാരക്കുന്നത്? ആർക്കാണ് ദിക്റൊക്കെ ചെല്ലുന്നത്? എവിടെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം? വിശുദ്ധ ഖുർആനിന്റെ മുമ്പിലാ നമ്മള്. അവിടെ എങ്ങനെയാണ് അന്യ സംസാരം? സഹോദരങ്ങളെ, സഹോദരിമാരെ, പാടില്ല, പറ്റില്ല. ഏറ്റവും വലിയ മര്യാദക്കേടാണത്. സൂല്ലദബാൻ. ഖുർആൻ കേൾക്കുന്നിടത്ത് തന്നെ സംസാരിക്കാൻ പാടില്ല. പിന്നല്ലേ ഓതുന്നതിന്റെ ഉള്ളിൽ ഖുർആൻ കേൾക്കാണ് വേറൊരാളത്.
അപ്പൊ പറ്റോ വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുതുബ കേൾക്കുമ്പോഴും മിണ്ടരുത് എന്നതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തെളിവാക്കിയത് ഈ ആയത്താണ്. കാരണം ഖുതുബയിൽ ഖുർആൻ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഖുർആനും ഖുർആന്റെ തഫ്സീറും ഹദീസൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് ഖുതുബക്കും ആധാരമാണ്. ഖുർആൻ ഓതപ്പെട്ടാൽ ഖുരിഅൽ ഖുർആനു എന്നാണ്. ആര് ഓതി എന്നുള്ള വിഷയമല്ല. ഈ ടേപ്പ് റിക്കാർഡ് ഓതട്ടെ, ഒരു തത്ത ഓതട്ടെ, ഒരു ജിന്ന് ഓതട്ടെ, ഒരു മനുഷ്യൻ ഓതട്ടെ, ആര് ഓതിയാലും അതിനാണ് ഖുർആൻ എന്ന് പറഞ്ഞത്. ആര് ഓതുന്നു എന്നുള്ള വിഷയമല്ല ഖുരിഅൽ ഖുർആൻ. ചില സ്ഥലത്തൊക്കെ വാദിന്റെ മുമ്പ് ഇവിടെ നിന്ന് കണ്ടാലോ, വാദിന്റെ മുമ്പ് ഖുർആനോത്ത് ഇടരുത് എന്ന് നമ്മൾ പറയും. അങ്ങനെ ഖുർആനോത്ത് അങ്ങനെ നടക്കുന്നുണ്ടാവും. അവിടെ അങ്ങനെ നല്ല പടായി ഇവിടുണ്ടാവും. വീട്ടിൽ ഖുർആനോത്ത് നിങ്ങൾ ടേപ്രിക്കാലൂടെ ഒക്കെ ഇടുന്നുണ്ടോ? അത്രയും നേരം ഒന്ന് മൗനം പാലിച്ച് നല്ല ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കണം. സംസാരം മരുത്. അറബികളെ കൂടെ വാഹനത്തിൽ പോയ ആൾക്കാരുണ്ടാവുമല്ലോ സദസ്സിൽ. അവരെ കാറിൽ ഖുർആൻ ഓൺ ചെയ്താൽ അവരെങ്ങനെ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണം. ഖുർആൻ എങ്ങനെ കേട്ടിട്ട് വല്ലതും സംസാരിക്കണം എന്ന് അവർക്ക് ഇങ്ങോട്ടോ നമുക്ക് അങ്ങോട്ടോ വരുന്നൊരു സമയം വന്നാ സ്വിച്ച് നോക്കും. അതവിടെ നിർത്തും. നീ പറഞ്ഞോളി. കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഓണാക്കും. അത് കേട്ടുകൊണ്ടുള്ള ഈ സംസാരം അതില്ല. പിന്നെ എന്തായി കല്യാണം എന്തായി? സൽക്കാരക്കാരെപ്പോഴാ വരാ? അല്ലാഹു തആലാന്റെ കലാമായ ഖുർആനാണ്. നമ്മളെ കളി മാറും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിന്റെ അദബ് നല്ലോണം ശ്രദ്ധിക്കണം. ഖുർആനിന്റെ മേലെ ഒരു കത്ത് വെച്ചതിനാണ് ഒരു ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടത്. മർവാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവ്. മർവാൻ ഇബ്നു അബ്ദുൽ മലിക് രാജ്യം ഭരിച്ച രാജാവാ. അദ്ദേഹം ഒരു ദിവസം ഖജനാവ് ഒന്ന് പരിശോധിച്ചു. പെട്ടെന്ന് വന്നിട്ടൊരു പരിശോധന. അപ്പൊ ഒരു ഖജനാവിന്റെ മേലെ ഖുർആൻ ഇരിക്കുന്നുണ്ട്. ഖുർആന്റെ മേലെ ഒരു കത്തുണ്ട്. ആ കത്ത് ഇങ്ങനെ എടുത്തിട്ട് നോക്കും. കത്ത് രാജാവ് അയച്ച കത്താ. അവിടെയുള്ള ജോലിക്കാരനെ വിളിച്ചിട്ട്, ആരാണ് ഈ കത്ത് ഖുർആന്റെ മേലെ വെച്ചത്? ഞാനാണ്. അയാളെ നന്നായി ശകാരിച്ചു. എന്റെ കത്ത് ഖുർആന്റെ മേലെ. കത്ത് വലിച്ചു കീറിട്ടു. രാജാവ് എഴുതിയ കത്താ. വലിച്ചു കീറിട്ട് ഖുർആന്റെ മേലെ കത്ത് വെക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ട ശേഷം ഖബർ ജീവിതത്തിൽ വെച്ച് കണ്ട അവസ്ഥ നല്ല സന്തോഷകരമായ അവസ്ഥയാണ്. ചോദിച്ചതിന് കിട്ടിയ മറുപടി ഖുർആനുമായി ബന്ധപ്പെട്ട അദബാണ്. അള്ളാഹുവിന്റെ കലാമിനെ അള്ളാഹു പരിഗണിച്ചു. ആ ഒരു അദബ് കൊണ്ടല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പരിഗണന കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം മൂരിക്കൊടുത്തു സിദ്ദീഖ് തങ്ങളുടെ കയ്യിൽ. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ മേലെ സീല് പതിപ്പിച്ചു കൊണ്ടുവരണം. അന്നത്തെ സീല് മോതിരത്തിന്റെ മേലാണ്. അവിടെ ഉണ്ടാവും സീലിങ്ങനെ. ഇന്നിപ്പോ നമ്മളെ മോതിരത്തിന് സീലൊന്നുമില്ല. ഇവിടെ ഉണ്ടാവും സീല്. എന്താ തങ്ങളെ മോതിരത്തിനും ഉണ്ടായിരുന്നത്? അല്ലാഹു എന്നൊരു വചനമുണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു എന്നുള്ള വചനത്തിന് ചെറിയ ഒരു മായ്ച്ചില് വന്നപ്പോ ക്ലിയർ കിട്ടുന്നില്ല. ഒപ്പിട്ടിട്ട് അതൊന്നുകൂടി നന്നായി കൊത്തിക്കൊണ്ടുവരാൻ സിദ്ദീഖ് തങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മോതിരം കൊത്തുപണിക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, മുകളിൽ അല്ലാഹു നെയ്തണം, അതിന്റെ നേരത്തായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എഴുതണം. അങ്ങനെ മോതിരം രണ്ട് വരിയാക്കി എഴുതിയല്ലോ, കൊണ്ടുവന്ന് കൊടുത്തു. മോതിരം എങ്ങനെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സിദ്ദീഖേ മാ ഹാദിഹി സവാഇദ്, കുറെ കൂടുതൽ എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ എഴുതാൻ പറഞ്ഞത് ഒരു കലിമത്തല്ലേ അല്ലാഹ്. രണ്ടാമത്തെ വരിയും മൂന്നാമത്തെ വരിയും ആരാണ് എഴുതിയത്? സിദ്ദീഖ് തങ്ങൾ പഠിച്ചോനെ മൂന്നാമത്തെ വരി ഏതാ? രണ്ടാമത്തെ വരി ഞാനാണ് നബി തങ്ങൾ പറഞ്ഞത്. അതെന്തിനാ ഞങ്ങൾ പറഞ്ഞത്? അല്ലാഹു എന്നുള്ള ഇസ്മു സ്വന്തമായിട്ട് എവിടെയില്ല. അർശിന്റെ മുകളിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയതിന്റെ അപ്പുറത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്മുണ്ട്. അല്ലാഹുവിന്റെ ഇസ്മു തങ്ങളെ ഇസ്മുമായി വേർപിരിയുന്നത് എനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് അത് എഴുതാൻ പറഞ്ഞത് ഞാനാണ്. പിന്നെ മൂന്നാമത്തെ വരിയോ? അത് ഞാൻ അറിയാം. മൂന്നാമത്തെ വരി എന്താ? മൂന്നാമത്തെ വരിയിൽ നിങ്ങളെ പേരുണ്ടല്ലോ.
അബൂബക്കറിൻ എന്നൊരു പേരുണ്ടല്ലോ. ഫജാഅ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, മൂന്നാമത്തവര് ഞാൻ എഴുതിയതാണ്. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം എഴുതിയതാണ്. അള്ളാഹുവിന്റെ ഇസ്മ് തങ്ങളെ ഇസ്മിൽ നിന്ന് വേർപിരിയരുത് എന്ന് ആഗ്രഹിച്ചപ്പോ അള്ളാഹു എന്നോട് പറഞ്ഞു, ഈ ഒരു അദബ്, ഈ ഒരു ബഹുമാനം പാലിച്ച സിദ്ദീഖ് തങ്ങളെ പേരും മൂന്നാമത്തെ വരിയായി എഴുതി കൊടുക്കൂ. ഞാൻ എഴുതിയതാണ് നബിയേ. സുബ്ഹാനല്ലാഹ്, കിട്ടിയ ഭാഗ്യം ചെറുതാണോ? നമ്മൾ ശരിക്കും ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. പരത്തി പറയേണ്ട മേഖലയാണ്. ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ്. 2, 4, 5, 10 മണിക്കൂർ പറഞ്ഞാൽ തീരൂല. ഞാൻ എവിടെയും ഈ വിഷയം എത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സാമ്പിൾ ഒന്ന് പറയുകയാണ്. ഓരോ സംഗതിയിലേക്ക് നോക്കുമ്പോൾ നോട്ടമുണ്ടാ, നോട്ടം തെറ്റിക്കരുത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദബിനെ പറ്റി ഖുർആൻ പറഞ്ഞില്ലേ? മാ സാഗൽ ബസറു വമാ തഗാ. അല്ലാഹുവിന്റെ തിരുഹളറത്തിലെത്തിയ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് റസൂലുള്ളാഹി. കുറച്ച് ഉറക്ക സ്വലാത്തല്ലേ ഹബീബ് റസൂലുള്ളാഹി. ഇപ്പൊ സന്തോഷായി. ആ പോകുന്ന റൂട്ടിലെ സിദ്റത്തുൽ മുൻതഹയിൽ നിന്ന് ഹളറത്തുൽ ഖുദ്സിയിലേക്ക്, അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് ഒരൊറ്റ സമയം പോലും കണ്ണിന്റെ ഒരു നോട്ടം വലത്തോട്ടോ ഇടത്തോട്ടോ എങ്ങോട്ടും തെറ്റിയിട്ടില്ല. അതാണ് മാ സാഗൽ ബസറു വമാ തഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. ആ സുന്ദരമായ അദബ് പാലിച്ചപ്പോ ലഖദ് റആ, തീർച്ചയായും തങ്ങൾ കണ്ടിരിക്കുന്നു, മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏറ്റവും വലുതെന്താണ്? റുഅയത്തുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ദർശനമാണ്. കണ്ടിരിക്കുന്നു, തീർച്ചപ്പെടുത്തി ഖുർആൻ പറയുന്നു. ആയത്തിന് വേറെയും തഫ്സീറുകളുണ്ട്, ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അവിടെ അദബ് പഠിപ്പിച്ചതാണ്. വന്ന റൂട്ടിൽ നിന്ന് വലത്തോട്ട് ഇടത്തോട്ടൊന്നും തെറ്റൂല. നമ്മൾ പോകുമ്പോഴോ, നമ്മളൊരാൾ ഉദ്ദേശിച്ച് പോവാണ് ഒരു വീട്ടിലേക്ക്. അവിടെ ആരാ, ഇവിടെ ആരാ, അവിടെ ഒറ്റാണ്, അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എവിടേക്കാ നോക്കണേ? എവിടെല്ലാവാ നോക്കുന്നത്? ചിലപ്പോഴൊക്കെ വാഹനം ഓടിച്ച്, ഇരുചക്ര വാഹനം ഓടിച്ചു പോകുന്ന ആൾക്കാർ വലത്തെടുത്ത് നോക്കുമ്പോ ഞാൻ കഥ പറയും, പഠിച്ചോനെ മൂപ്പരൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് നോക്കി പോയാൽ മതി. കാരണം എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിണ്ടെങ്കിൽ 2 ചക്രം ഇതിനുള്ളൂ, അത് കാണാൻ കഴിയില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയണത്. മൂപ്പരൊന്ന് മുന്നോട്ട് നോക്കി പോയാൽ മതി. മുന്നോട്ട് നോക്കി എങ്ങനെ പോകേണ്ട വാഹനമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. കാരണം 2 സുരക്ഷ അത്രയും പാലിക്കേണ്ടതാ. ചിലപ്പോൾ ഒരു അശ്രദ്ധായിരിക്കും, ഒന്നങ്ങോട്ട് നോക്കിയപ്പോഴായിരിക്കും വേറെ ആൾ സ്പീഡിൽ വന്ന്, അപ്പൊ ആ ബേജാറിൽ പിടിച്ചിരുന്ന പറഞ്ഞിട്ടുണ്ടോ? എങ്ങോട്ടും തെറ്റാത്തൊരു നോട്ടം. നിസ്കാരത്തില് വലത്തെ ഭാഗത്ത് ഇടത്തെ ഭാഗത്ത് ഒരാൾ ഒന്നും, വലത്തെ ഭാഗത്ത് വന്ന നാൾക്ക് നല്ല സുഗന്ധ സ്മെല്ല്. ഇപ്പൊ നമ്മളെ വക ഒരു ഇടങ്കണ്ടിട്ടൊരു നോട്ടം, ഇടങ്കണ്ടിട്ടൊന്ന് ആളെ തിരിഞ്ഞു. അപ്പൊ നോക്കുന്നേ എന്നാരപ്പ വന്ന് പോയി, മാർക്ക് പോയി, അദബ് പോയി. നിസ്കാരം കഴിഞ്ഞിട്ടും സഹോദരങ്ങളെ തിരിഞ്ഞു നോക്കരുത്, നേരെ നോക്കണം മുന്നോട്ട്. നമ്മൾ ദിക്ർ ചൊല്ലുന്ന ദുആഇന് ആമീൻ പറയുന്ന നല്ല സന്ദർഭമാണ്. തിരയേണ്ടവരെ പിന്നത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് തെരഞ്ഞാ മതി. കാരണം നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ഏതെങ്കിലും നല്ല ആളുകളുള്ള ഖുശൂഅൊക്കെ കെട്ടിക്കൂട്ടി നിസ്കരിക്കുന്നുണ്ടാകും. ആ നിസ്കാരത്തിനൊക്കെ ഇടങ്ങേറ്. എന്താണ് ആ ചങ്ങായി ഇങ്ങനെ നോക്കണേ, വലത്തോട്ടും ഇങ്ങനെ എടുത്തോട്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. നിസ്കാരത്തിലുള്ള ഇൽത്തിഫാത്ത് വല്ലാത്ത വിഷയമാണ്. നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്ന വലിയ ബേജാറാണ്. തിരിഞ്ഞു നോക്കുന്നത് നിസ്കാരത്തിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ നല്ല അടിയാൻ കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ അടുത്ത് ഞാൻ കണ്ട കാഴ്ച ആകെ പേടിച്ചു. ഞാൻ പിന്നെ ഇയാളത്തെ ആണല്ലോ നിസ്കരിക്കാൻ നിന്നതെന്ന് തോന്നിപ്പോ. സുജൂദില മൊബൈലിൽ കോൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീക്കണ മൊബൈലല്ലേ. മൂപ്പരൊരു വരലോണ്ട് ഇങ്ങനെ സുജൂദ് പോയപ്പോ ഒന്നാണ് നീക്കിയിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി കുറച്ചോർക്കണം ചെല്ലി. ഇപ്പൊ ആ സുജൂദും ആ ചെല്ലിയതും ആ നിസ്കാരം ശരിയാകുന്നോ ശരിയാവില്ല എന്നാണ് അഭിപ്രായം.
ആർക്കപ്പോ സുജൂദ്? ആർക്കാ? അല്ലാഹു തആലാക്കോ മൊബൈൽ വിളിച്ചാൾക്കോ? ശരിക്ക് നീക്കി, കൈ കൊണ്ട് നീക്കി പടച്ചോനെ. അത് നിസ്കാരത്തിൽ അല്ലെങ്കിൽ ഒരു കൊട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ആളെ തെരഞ്ഞു, പക്ഷെ എനിക്ക് 2-3 റക്അത്ത് നിസ്കരിച്ച ആളുണ്ട്. ആള് വേറെ സലാം വിട്ട് എന്താ അടിപ്പിക്കണം. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയണല്ലോ, എന്താ പറഞ്ഞു കുഴപ്പമുണ്ടോ? ഇപ്പണി മേലാ ചെയ്യരുതെന്ന് പറയണം. നിസ്കാരത്തിലാണ്. അപ്പൊ അല്ലാഹു തആല അല്ല വലുത്, ആ വരുന്ന റിങ് ആ കോള് അറ്റൻഡ് ചെയ്യണം, അതാണ് വലുത്. അപ്പൊ അറ്റൻഡ് ചെയ്യണ സ്വഭാവം എങ്ങനെ? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. നമ്മളിപ്പോ ഒരു സദസ്സിലാണെങ്കിൽ വേറെ ആരെ വിളിക്കുമ്പോ ഒരു മീറ്റിംഗിലാണെന്ന് അറിഞ്ഞോട്ട് എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കും. അത് കുഴപ്പമൊന്നുമില്ല. അത് ശബ്ദം കേൾക്കുമ്പോ എന്തോ ഒരു മീറ്റിംഗിലാണ്, നിർത്തി. അത് സൗകര്യത്തിനാണ്. നിസ്കാരത്തിലോ? നിസ്കാരത്തിൽ ഒരു വിരലങ്ങോട്ട് നീക്കിയാൽ ഉദ്ദേശം മാറിയില്ലേ? ആ ചെല്ലുന്നതിന്റെ ലക്ഷ്യം മാറിയില്ലേ? ഒരു ഉദ്ദേശം മാറിയാ തന്നെ അതിന്റെ മുഴുവൻ ഭാഗങ്ങളും പോകും. മുന്നിൽ വന്ന് നിന്ന ഒരാള് അയാൾ കാണരുത് എന്ന് കരുതിയിട്ടാണ് നീ റുക്കൂവിലേക്ക് പെട്ടെന്ന് അങ്ങ് പോയത്. റുക്കൂഅ് ബാത്തിലാണ്. തിലാവത്തിന്റെ സുജൂദിലേക്ക് പോകുന്ന സുജൂദ് റുക്കൂആക്കി മാറ്റിയാൽ ആ റുക്കൂഅ് ശരിയാകോ? ഇല്ല. കാരണം കുനിഞ്ഞത് സുജൂദിന് വേണ്ടിയാണ്, പിന്നെ ഇടയിൽ വെച്ചത് റുക്കൂആക്കി മാറ്റിയതാണ്, ലക്ഷ്യം മാറി. ഇതിനേക്കാളും വലിയ വിഷയമാണ് മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. പടച്ചോനെ, അയാൾ കണ്ടപ്പോ പ്രശ്നമാണ്. അയാൾ കൈയ്യെട്ടിട്ട് കണ്ടാ മതി. സുജൂദിലാവുമ്പോ തിരിയില്ലല്ലോ. അയാളിങ്ങനെ ഇടയിൽ ഇരുത്തത്തില്ല. അയാളെ വന്ന് അയാൾക്കാളെ കൊടുക്കാനുള്ള 10,000. അല്ലാഹു അക്ബർ. കുറച്ചു നേരം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി 11 വട്ടം ചൊല്ലല്ലോ. അന്നാണ് 11 വട്ടം മൂപ്പർ ചൊല്ലി. ആദ്യമായിട്ട് 11 വട്ടം ചൊല്ലി. മറ്റാൾ തക്ബീർ ഇട്ടാൻ വേണ്ടി ചൊല്ലാണ് 11 വട്ടം. പിന്നെ മൂപ്പർ ഇരുന്ന് അൽഹംദുലില്ലാഹ് സലാം വിട്ട്, സത്യത്തിന് സലാം വിട്ട് ഓ രക്ഷപ്പെട്ടു. നിസ്കാരം കൊണ്ട് രക്ഷപ്പെട്ടു, സുജൂദ് കൊണ്ട്. ഇവർ കണ്ടില്ല. സുജൂദിലാകുമ്പോൾ ആള് ശ്രദ്ധിക്കൂലല്ലോ. ഇപ്പൊ ഈ പോയ പോക്കിനെ പറ്റി എന്ത് പറയും? ലക്ഷ്യം ഒന്ന് മാറിപ്പോയി. കാരണം സുജൂദ് എന്ന ഒരൊറ്റ ലക്ഷ്യം അവിടെ വരാൻ പറ്റും, വേറൊന്നും വരാൻ പാടില്ല. നമ്മളെ നെറ്റിയിൽ എന്തോ ഒരു സാധനം കടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്ന ഒരു രൂപഭാവം തോന്നിയിട്ട് നെറ്റി അപ്പം അങ്ങോട്ട് എടുത്താൽ തന്നെ ആ സുജൂദ് ക്ലിയർ ആയിട്ടില്ല, പിന്നെ അങ്ങോട്ട് പോകണം. കാരണം അതൊക്കെ വല്ലാത്ത കേടാണ്, അദബ് കേടാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മുനാജാത്തിൽ മാ സാഗൽ ബസറു വമാ തഗാ, ലക്ഷ്യം മാറിയിട്ടില്ല, നോട്ടം മാറിയിട്ടില്ല, കറക്റ്റ് ആണ്. ഒരേ രൂപത്തിലേക്കാണ്, ഒരേ അല്ലാഹു തആലാന്റെ ഹദ്റത്തിലേക്കുള്ള ഒരു പോക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും തിരിയാതെയുള്ള പോക്ക്. വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് 10 മിനിറ്റാണ് ഓതുന്നതെങ്കിലും ശ്രദ്ധ അതിലേക്ക് തന്നെയാണ് ശ്രദ്ധ. കോൾ വരുന്നുണ്ടോ അറ്റൻഡ് ചെയ്യൽ ഉജൂബാണോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരായത്തിൽ നിങ്ങൾ വഖഫ് ചെയ്യുക, സദഖല്ലാഹുൽ അലീം എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ. അതും ഉയർത്തിപ്പിടിച്ച്, അതും തുറന്നു പിടിച്ച് നഊദു ബില്ലാഹ് സംസാരിച്ചുകൂടാ. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് എതിരായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ വരരുത്. ആ ഖുർആനിനോടുള്ള ബഹുമാനക്കേട് കൊണ്ട് നമ്മൾ തകർന്നു പോകരുത്. ആ വിശുദ്ധ ഖുർആൻ ഓതി കേൾക്കുമ്പോഴേക്ക് നല്ലോണം മിണ്ടാതിരിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കപ്പെടാൻ, റഹ്മത്ത് ലഭിക്കാൻ. കേട്ടാ തന്നെ, മൗനം പാലിച്ചാ തന്നെ റഹ്മത്തും ബറക്കത്തുമാണ്. ഓതുന്നത് പൂർണ്ണ അദബോടെയാണോ? എത്ര വലിയ ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഖിബിലാക്ക് തിരിഞ്ഞ് സന്തോഷപൂർവം ഖുർആൻ ഓതുമ്പോ നല്ല അത്തർ പുരട്ടിയിട്ട് നല്ല സന്തോഷത്തോടെ നീ ഖുർആൻ ഓതുകയാണ്. ആ വിശുദ്ധ ഖുർആൻ എത്ര നേരമാണോ? ഒരു 10 മിനിറ്റാ നീ ഓതുന്നത്. പക്ഷേ ഒരദബിനും കുറവ് വന്നിട്ടില്ലെങ്കിൽ നീ ഓതുന്ന ഖുർആനിന് ഇപ്പുറത്തൊരാൾ 1 മണിക്കൂർ ഓതുന്നുണ്ട്, അയാളിൽ കാണാനുള്ള ഒരു അദബും ഇല്ല. നിന്റെ 10 മിനിറ്റാണ് ആ 1 മണിക്കൂറിനേക്കാൾ വലുത്. കാരണം നീ ഓതി ആ 10 മിനിറ്റിൽ ഖുർആനിനോട് അന്യായമായി നീ ഒന്നും ചെയ്തിട്ടില്ല. ഖുർആൻ തുറന്നു വെച്ച് നീ മറ്റൊന്നിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല, മറ്റൊരാളോട് സംസാരിച്ചിട്ടില്ല, സംവദിച്ചിട്ടില്ല. പൂർണ്ണമായും നിന്റെ ചിന്ത അതിലായിരുന്നു. നിന്റെ നോട്ടവും നിന്റെ എല്ലാ സംഗതികളിലും ഖുർആനിലായിരുന്നു. ആ നിലക്ക് ഖുർആൻ ഓതുമ്പോ ഖുർആൻ നിന്നെയും നീ ഖുർആനിനെയും പരിഗണിക്കുന്ന ഒരവസ്ഥയാണ്. ആ വിശുദ്ധ ഖുർആൻ നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഖുർആൻ ഓതുമ്പോഴാണ്
ഖുർആൻ നമുക്ക് ഷഫീആയി വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഖുർആൻ ഷഫീആയി വരും, ഖുർആൻ ശുപാർശകനായി വരും. അതേ രൂപത്തിൽ തന്നെ ആ ഖുർആൻ പ്രതികൂലമായി സാക്ഷിയായി വരരുത്. അതുകൊണ്ട് അതിനോട് ബഹുമാനങ്ങളൊന്നും കുറയരുത്. ഒരിക്കലും ഉമിനീര് പുരട്ടിയ കൈകൊണ്ട് ഖുർആൻ മറിക്കരുത്. ഖുർആനിൽ ഒരു വസ്തുവകകളും സൂക്ഷിക്കാൻ വെക്കരുത്. ദിർഹമാകട്ടെ, ദീനാറാകട്ടെ, കറൻസി ആകട്ടെ, ഒന്നും വെക്കരുത്. വിശുദ്ധ ഖുർആനിലാകരുത് പൗഡറും മറ്റും തേച്ചു വെക്കുന്നത്. ഖുർആനിലാകരുത് സൂക്ഷിക്കേണ്ട ഏതെങ്കിലും വസ്തുക്കൾ ബറക്കത്തിൻ്റെത് സൂക്ഷിക്കേണ്ടത്. ഖുർആനിന്റെ അടയാളത്തിന് വേണ്ടി എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും കടലാസോ എന്തെങ്കിലും അടയാളമോ വെക്കുന്നതിന് തകരാറില്ല. വിശുദ്ധ ഖുർആൻ വെക്കുന്ന ഇടം പരിപൂർണമായും വൃത്തിയുള്ളതാകണം. ആ വിശുദ്ധ ഖുർആൻ പരിശുദ്ധിയോടെ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് പോലും പോകാതെ വൃത്തിയായി ഒരു ഖുർആൻ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. സെപ്പറേറ്റ് ഖുർആൻ വേണം നമുക്ക്. നമ്മുടേതെന്ന് പറയാൻ ഒരു ഖുർആൻ വേണം. നമ്മുടെ കാലശേഷം നാം ഉപയോഗിച്ച നാം ഓതിയ ഖുർആനിൽ ആരെല്ലാം ഓതുന്നുവോ നമ്മുടെ അനന്തര സ്വത്താണ്. ഖബറിലേക്ക് നമുക്ക് ഒഴുക്ക് ലഭിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ഖുർആൻ വേണം. വീട്ടിൽ ഉസ്താദേ 3 ഖുർആൻ ഉണ്ട്, നിങ്ങളെല്ലാരും ഓതാറുണ്ട്. അതല്ല, അത് ബാപ്പാന്റെ ഖുർആനാണ്, ഇത് ഉമ്മാന്റെ ഖുർആനാണ്, അത് ജ്യേഷ്ഠന്റെ ഖുർആനാണ്, ഇത് പെങ്ങളെ ഖുർആനാണ്, ഇത് ഭാര്യയുടെ ഖുർആനാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഖുർആൻ വേണം. എന്തിന്? അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ അനന്തരമായിട്ട് അത് ഉപയോഗിക്കും. മക്കളായിട്ട് ആ ഖുർആൻ ഉപയോഗിക്കുമ്പോ നമ്മുടെ ഖബറിലേക്ക് അതുകൊണ്ട് വലിയൊരു വെളിച്ചം ലഭിക്കും. 10-11 കാര്യങ്ങൾ ഖബറിലേക്ക് ഇങ്ങനെ ഒഴുകി കിട്ടുന്നത് ഇമാം സുയൂത്തി തങ്ങൾ എണ്ണി പറഞ്ഞപ്പോ അതിൽ മഹാനവർകൾ ഒന്ന് പറഞ്ഞതാണ് വിറാസത്തു മുസ്ഹഫിൻ വരിബാതു സഗിരി വഗർസുൻ നഖിലി വസ്സദഖാതു തജ്രി. ഖുർആൻ മുസ്ഹഫ് അനന്തരമായി കൊടുക്കാൻ നമുക്കെന്ന ലെവലിൽ ഒരു മുസ്ഹഫ്. ഓരോരുത്തർക്കും ഓരോ മുസ്ഹഫ്. ഖുർആൻ ഓതാൻ പക്വതയും പ്രാധാന്യം. ആ മുസ്ഹഫ് അവിടെ ഉണ്ടായിരിക്കെ മൊബൈൽ ഉപയോഗിച്ച് ഖുർആൻ ഓതരുത്. പള്ളിയിൽ വരുന്നവരോടും പറയട്ടെ, നിങ്ങൾ ഖുർആൻ മുസ്ഹഫ് തന്നെ എടുത്ത് ഖുർആൻ ഓതണം. അതിനൊരു മഹത്വം വേറെയുണ്ട്. കാരണം ഇതൊരിക്കലും മുസ്ഹഫ് അല്ല, ഖുർആൻ അല്ല. ഇതിൽ ഞാൻ എന്റെ ഖുർആൻ തുറന്നു എന്ന് വെച്ചോളൂ, അതിന് മുസ്ഹഫ് എന്ന് പറയില്ല. കാരണം ഇത് മജ്മുഅത്ത് കുത്തുബാണ്, പലതും ഇതിലുണ്ട്. ഇതിൽ മൗലിദുണ്ട്, മെസ്സേജുകളുണ്ട്, അദ്കാറുണ്ട്, പലതും ഇതിലുണ്ട്. കോൾ നമ്പറുകളുണ്ട്, പലതും ഉണ്ട്. കൂട്ടത്തിൽ ഖുർആനുണ്ട്. ഓതാൻ പറ്റോ? യാത്രയിൽ സൗകര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഉളൂഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും സൂറത്ത് ഓതേണ്ടി വന്നു, സൗകര്യമാണ്. അത് ഉപകാരമാണ്. പക്ഷേ ഖുർആൻ അപ്പുറത്തുണ്ട്, ശരിക്കുള്ള മുസ്ഹഫ് അപ്പുറത്തുണ്ട്. ആ മുസ്ഹഫ് ഉണ്ടെങ്കിൽ അതിനെ മുന്തിക്കണം. യാസീൻ സൂറത്ത് ഓതുന്ന ആളും ഒരു യാസീൻ സൂറത്തിന്റെ ഏടല്ലാതെ ഒരു ഖുർആൻ തന്നെ എടുത്ത് ഓതാൻ നോക്കണം. എന്നാ പിന്നെ യാസീൻ സൂറത്ത് ഓതി എന്നുള്ളതിന് പുറമെ മുസ്ഹഫ് തുറന്ന് വെച്ച് ഓതി എന്നുള്ളതാകും. മറ്റേതാ ഏട് മാത്രമാണ്. യാസീന്റെ കൂലി ഇട്ടൂലെന്നല്ല കേട്ടോ. അതിലേക്ക് നോക്കിയിട്ട് ഖുർആനിന്റെ കൂലി എന്ന് പറഞ്ഞാൽ അതല്ല. ഖുർആൻ അത് മൊത്തം ഉള്ളതല്ലേ, അത് മൊത്തമാണ്. അതാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ഇനി ആ ഓത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം. അദബൊന്നും കുറയാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് പഠിപ്പിച്ച ഏറ്റവും വലിയ അദബാണ് പരിശുദ്ധ ഖുർആനിന്റെ മുന്നിലുള്ള അദബ്. അത് ഉപയോഗിക്കുന്നതിലുള്ള അദബ്. കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ, അത് പറയുമ്പോൾ ഡേഞ്ചർ ആയിക്കരുത്. പഴയ കാലത്ത് ഖുർആൻ പഠിച്ചു വെച്ച കുറെ സൂറത്തുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പലതും മറന്നുപോയി. അത് പുതുക്കണം. ഒരൊറ്റ സൂറത്ത് മറന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു എന്റെ ഉമ്മത്തിന്റെ ദോഷങ്ങൾ എനിക്ക് വെളിവാക്കപ്പെട്ടപ്പോ അതിൽ ഏറ്റവും വലിയ ഗൗരവമുള്ളതായിട്ട് ഞാൻ കണ്ടത് റജുലുൻ ഊതിഹാ ഖുർആൻ ശൈഉം മിനൽ ഖുർആൻ തുമ്മ നസിയഹാ. ഖുർആൻ എന്നൊരു ഭാഗം പഠിച്ചിരുന്നു, പിന്നത് മറന്നുപോയി. അത് വലിയൊരു കുറ്റമായിട്ട് ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അത് മൊത്തമായിട്ട് ഖുർആൻ ഹാഫിളാകണ്ട, ഏത് പഠിച്ചാലും ഉസ്താദ് യാസീനൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓർമ്മയാക്കി എടുക്കണം, ഓതിയിട്ട് നമ്മളൊരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആലക്ക് അറിയില്ല നമ്മൾ ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെയും അങ്ങനെ തങ്ങി നിൽക്കാത്തതുകൊണ്ടാണ് വേറെ ഏതെങ്കിലും അസുഖം കൊണ്ടോ പ്രായം കൊണ്ടോ മറ്റോ, അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാകും മാധുര്യങ്ങളോ. നമ്മൾ തീരെ ടച്ച് ചെയ്തില്ല, അത് അങ്ങനെ അങ്ങോട്ട് പോയതാ, അങ്ങനെ പോകും. ടച്ച് ഇല്ലെങ്കിൽ അത് അങ്ങനെ പോകും. പക്ഷെ നല്ലോണം ടച്ച് ഉണ്ടോ, നല്ലോണം ബന്ധമുണ്ടോ, എന്നാൽ ആ ഒരു ബന്ധം നമ്മുടെ കൽബിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കണം. ഖുർആനിൽ നിന്നൊരു സൂറത്തും ഇല്ലാത്ത ഹൃദയം കൽബൈത്തിൽ ഖരിബി, തകർന്ന വീട് പോലെയാണ്, അതിലാര് താമസിക്കാനാണ്. ഒരു സൂറയും ഹിഫ്ളില്ല, അങ്ങനത്തെ ഹൃദയം കൽബൈത്തിൽ ഖരിബി, തകർന്നു പോയ വീടാണ്. നല്ലോണം ഏതെങ്കിലും ഒരു യാസീനാകട്ടെ, യാസീനൊക്കെ എപ്പോഴും കൽബിൽ സൂക്ഷിക്കേണ്ടതാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു ഹദീസിൽ യാസീന് നിങ്ങൾ ഓതണം, അതിന് 10 ബറക്കത്തുണ്ട് എന്ന് തങ്ങൾ എണ്ണിയിട്ടുണ്ട്. എണ്ണി പറഞ്ഞ അവസാനം തങ്ങളൊരാശ പറഞ്ഞു, വദിത്തു അന്നഹാ ഫീ കുല്ലി ഖൽബിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഓരോരുത്തരുടെ മനസ്സിലും യാസീൻ ഒന്ന് സൂക്ഷിച്ചിരുന്നെങ്കിൽ. യാസീൻ സൂറത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് അവസാനം തങ്ങളൊരാശ പറഞ്ഞതാണ്. അവിടുത്തെ ആ താല്പര്യം നമ്മൾ നിറവേറ്റി കൊടുത്താൽ നമ്മളെ അള്ളാഹു പരിഗണിക്കും തീർച്ചയാണ്. ഉസ്താദെ പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചിരുന്നു, അനന്തര മുതൽ തായോട്ട് ഇപ്പാകെ കുൽഹുവല്ലേ കിട്ടുള്ളൂ. എന്നാൽ അത് മുതൽ അങ്ങനെ ഓതി നോക്കണം, ഓതി ശീലമാക്കി നോക്കണം, വീണ്ടും അതിന്റെ ഓർമ്മ പുതുക്കണം. എന്നിട്ട് ഓരോ നിസ്കാരങ്ങളിലായി ഇടവിട്ട് നമ്മൾ അങ്ങനെ ഓതി നോക്കണം. എന്നിട്ടത് നിലനിർത്തി കിട്ടിയാൽ അത് വലിയൊരു ഭാഗ്യമാണ്. യാസീൻ സൂറത്തിന്റെ മഹത്വവും മതവും പഠിപ്പിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അതിന്റെ ഭാഗ്യം അനുഭവിച്ചുകൊണ്ടല്ലേ വഫാത്തായത്. ശാഫി ഇമാം തങ്ങൾ ഇശാ നിസ്കാരത്തിന്റെ ശേഷമാണ്, കുറെ സമയം കഴിഞ്ഞിട്ടാണ് വഫാത്തായത്. അർദ്ധരാത്രിയോട് അടുക്കുന്ന നേരം ഇശായിന് വാങ്ക് വിളിച്ചപ്പോ ശിഷ്യന്മാര് ചുറ്റും നിൽക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോ ഷാഫി ഇമാം തങ്ങൾ ചോദിച്ചു, ജമാഅത്തിന് പോകുന്നില്ലേ? അല്ല ഉസ്താദെ, ഞങ്ങൾ ഇവിടെ നിൽക്കണോ? നിങ്ങൾ ജമാഅത്തൊക്കെ കഴിഞ്ഞു വന്നോളൂ, അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ വിട പറയുകയുള്ളൂ. ഷാഫി ഇമാം തങ്ങൾ ശിഷ്യന്മാരെ ജമാഅത്തിന് വിട്ടു. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് അവർ വന്ന് ചുറ്റും കൂടി. ഉസ്താദിന്റെ അവസ്ഥകൾ ഇങ്ങനെ മാറുന്നത് കണ്ടപ്പോ സൂറത്ത് യാസീൻ ഓതി തുടങ്ങി. ആ യാസീൻ സൂറത്ത് പകുതിയാകുന്ന നേരത്ത് ഇമാം അവർകൾ അങ്ങ് വിടവാങ്ങി. സൂറത്ത് യാസീൻ ഓതി കേട്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ സ്വർഗം കണ്ടേ അവൻ മരിക്കൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസീനിന്റെ മഹത്വം പഠിപ്പിച്ച ഹദീസിലുണ്ട്. അതൊരു ചെറുതല്ലല്ലോ. ആ നേരത്തതൊന്ന് ഓതി കേട്ടാൽ ഖുർആനിന്റെ ഖൽബാകുന്ന യാസീൻ കേൾക്കുമ്പോഴേക്ക് മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിന് നല്ല ധൈര്യം ലഭിക്കുന്നു, നല്ല ഉണർവ് ലഭിക്കുന്നു, കലിമ ചൊല്ലാനുള്ള സന്തോഷം ലഭിക്കുന്നു, ഈമാനികമായ എല്ലാവിധ സന്തോഷങ്ങളും ലഭിക്കുന്നു. അതിനാണ് ആ നേരത്തൊരു യാസീൻ സൂറത്ത് സുന്നത്താക്കിയത്. അത് ഖുർആനിന്റെ ഖൽബാണ്. മുഅ്മിന്റെ ഖൽബിനോട് അതിന് വലിയ ടച്ച് ഉണ്ട്. അവന്റെ ഖൽബ് ഏറ്റവും ക്ഷീണിക്കുന്ന ഒരു നേരമാണ് വിട പറയുന്ന നേരം. ആ ഖൽബ് ക്ഷീണിച്ചുകൂടാ. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് നല്ല പൂർവ്വസ്ഥിതിയിൽ ഹിമ്മത്തോടെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് ഇങ്ങനെ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, യാസീൻ അങ്ങ് കേൾക്കുമ്പോഴേക്ക് ഖൽബ് ഉണരുന്നു, പിന്നെ സജീവമാകുന്നു, പിന്നെ നല്ല സന്തോഷത്തോടെ കലിമ ചൊല്ലുന്നു, റാഹത്തോടെ പിരിയുന്നു. യാസീന് അങ്ങനത്തെ ആൾക്കാരെടുത്ത് ഓതൽ സുന്നത്താണ് നമ്മളെ പഠിപ്പിച്ചത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അത് പഠിപ്പിച്ചു എന്ന് മാത്രല്ല, അത് അനുഭവിച്ചുകൊണ്ടാണ് വഫാത്തായത്. പഠിപ്പിക്കാനൊക്കെ സുഖാണ്, സുന്നത്തൊക്കെ മനസ്സിലാക്കാൻ സുഖ, പക്ഷെ അത് അനുഭവത്തിലൂടെ കിട്ടുക എന്ന് പറയുമ്പോ വല്ലാത്തൊരു സന്തോഷം. ആ പരിശുദ്ധ ഖുർആൻ, അതിന്റെ ഖത്മ്, നമ്മൾ ഖുർആനുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് തെറ്റിപ്പോകൂല. അനാവശ്യ സംസ്കാരങ്ങൾ മനസ്സിൽ കൂട്ടം കൂടി നിൽക്കൂല. ഏത് സൗന്ദര്യമുള്ള പെണ്ണിന്റെ ചിത്രവും ചെറുപ്പക്കാരെ മനസ്സിൽ കൂടൂല. ഏത് താരങ്ങളുടെ ചിത്രവും ഉമ്മമാരെ മനസ്സിൽ സ്ഥാനം പിടിക്കൂല.
ഖുർആനുമായി നല്ല അഭേദ്യ ബന്ധമുള്ള ഹൃദയമാണോ, ശരീരമാണോ, ആ ശരീരത്തിന് അല്ലാഹു നൽകുന്ന ഓജസ്സും തേജസ്സും ചെറുതല്ല, വളരെ വലുതാണ്. മനുഷ്യന്മാരെ ആയുസ്സിൽ ഏറ്റവും മോശപ്പെട്ട ആയുസല്ലേ അർദലുൽ ഉംറ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും കാവൽ ചോദിച്ചൊരു സമയമാണത്. വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉംരി. അല്ലാഹുവേ, സ്വന്തം മക്കളെ പോലും കുടുംബത്തെ പോലും ഭാര്യയെ പോലും തിരിച്ചറിയാത്തൊരവസ്ഥ കിടന്നിട്ട് അയാൾ ശരീരത്തിന്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റി നിന്നിട്ട് നേർക്ക് നേരെ ഡയറക്റ്റായി മൂത്രമൊഴിക്കുന്നു. മുന്നിൽ വന്നു നിൽക്കുന്ന ഭാര്യയോട് നീ ആരാണ്, നിന്നെ പരിചയമില്ലല്ലോ എന്ന് പറയുന്നു. വരുന്നവരെ മുന്നിലേക്കൊക്കെ കാർക്കിച്ചു തുപ്പുന്നു. ബുദ്ധിയും മറ്റുമൊക്കെ പോയി ആകെ യാതനയും വേദനയുമായി കഴിയുന്നൊരവസ്ഥ. ആ അവസ്ഥ തരല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാവൽ ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു വിഷയമാണത്. വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉംരി. അല്ലാഹുവേ, അത്തരത്തിലൊരു തരം താഴ്ന്ന അവസ്ഥ തരല്ലേ എന്ന് തങ്ങൾ കാവൽ ചോദിക്കാറുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആനുമായി അഭേദ്യ ബന്ധമുള്ള മനുഷ്യനാണോ അയാൾക്ക് അത്തരത്തിലൊരവസ്ഥ വരില്ല. എന്നും ഖുർആനുമായി ബന്ധമുള്ള, അത് നോക്കുന്ന, കേൾക്കുന്ന, ഓതുന്ന ശരീരമാണോ ആ ശരീരത്തിന് അത്തരത്തിലൊരു നരകിക്കുന്ന അവസ്ഥ വരില്ല എന്ന് പണ്ഡിതനായ ഖുർആൻ മുഫസ്സിറുകളിൽ വലിയ സ്ഥാനമുള്ള ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു. ഉമ്മമാരോട് ഞാൻ പ്രത്യേകം പറയട്ടെ, മാസത്തിൽ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം 7 ദിവസം പ്രസവം കഴിഞ്ഞാൽ ഒരു 25-30 ദിവസം അല്ലെങ്കിൽ 40 ദിവസം നിങ്ങൾ അങ്ങനെ ഖുർആൻ ഓതാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണോ, നന്നായി ഖുർആൻ കേട്ടോ, മറിച്ചു വെച്ച ഖുർആനിലേക്ക് നോക്കിക്കോ. ഒരു ദിവസം അരമണിക്കൂർ നിങ്ങളൊന്ന് ഖുർആൻ നോക്കി ഓതുന്നുണ്ടെങ്കിൽ ആ അരമണിക്കൂർ നോക്കിയിരുന്നോളൂ. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നിട്ട് മനസ്സിലൂടെ ഖുർആൻ അങ്ങ് നടത്തിക്കോട്ടെ. മിൻ ഗൈരി തലഫുളിൻ ബിലിസാനിഹാ. നാവ് കൊണ്ട് മൊഴിയാൻ പാടില്ലല്ലോ, മനസ്സിലൂടെ അങ്ങ് നടത്തിക്കോട്ടെ. എന്നാലും ബന്ധം വിടാൻ പാടില്ല. ഏറ്റവും വലിയ ബഹുമാനം ബന്ധമാണ്. സ്വഹാബത്തിന് വെറുപ്പുള്ള ഒരു സംഗതി കണ്ടോ? ഇമാം നബി തങ്ങൾ പറയുന്നു, കാനൂ യക്റഹൂന അൻ യഖ്റുജ യൗമുൻ ലം യുൻദർ ഫിൽ മുസ്ഹഫി. എന്നെ ശബ്ദം ശ്രവിക്കുന്ന സർവ്വ സുഹൃത്തുക്കളോടും പറയട്ടെ, ഒരു ദിവസം എന്തെങ്കിലും ഒരു അവധി കാരണം പത്രം വരാതിരുന്നാൽ നമുക്കൊരു വിഷമമാണ്. ഇപ്പോഴാണെങ്കിലോ പത്രമില്ലാതെ തന്നെ വാർത്ത അറിയാൻ ഇഷ്ടം പോലെ സൗകര്യം സംവിധാനമുണ്ട്. എന്നാലും ഒരു പത്രം വായിക്കുന്ന ഒരു സുഖമാണ്, കേടൊന്നുമല്ല. അതേ സമയത്ത് സ്വഹാബത്തിന് ഏറ്റവും വെറുപ്പുള്ള വിഷയം എന്താണെന്നറിയോ? മുസ്ഹഫിൽ നോക്കാത്ത ഒരു ദിവസം കാനൂ യക്റഹൂൻ, അവർ വെറുപ്പോടെ കണ്ടിരുന്നു. മുസ്ഹഫിൽ നോക്കാത്തൊരു ദിവസം കഴിഞ്ഞു കിടക്കുക അവർക്ക് വെറുപ്പാണ്. കഴിവിന്റെ പരമാവധി ഖത്മുകൾ വർദ്ധിപ്പിക്കണം, അതിന്റെ പഠനങ്ങൾ നന്നായി നടക്കണം. മക്കള് നന്നാകുന്നതിൽ ഏറ്റവും ബൃഹത്തായ ഒരു അദബാണ് നന്നായി ഖുർആൻ പഠിപ്പിക്കുക. സ്പെഷ്യലായി കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കണം. ഒരു പക്ഷേ മദ്രസയിൽ കിട്ടുന്ന സമയം ചുരുക്കമാണെങ്കിലും നമ്മുടെ കുട്ടി ഓത്തിൽ മികവ് അത്ര എത്തിയിട്ടില്ലെങ്കിൽ സ്പെഷ്യലായി ഉസ്താദുമാരെ വെച്ച് നന്നായി ഖുർആൻ പഠിപ്പിക്കണം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ശൈലിയല്ല. ലോകത്തെ വലിയ പണ്ഡിതനാണ് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. തന്റെ മകന് ഖുർആൻ ഓത്ത് പഠിപ്പിക്കാൻ സ്പെഷ്യലായി ഒരു മുഅല്ലിമിനെ വെച്ചിരുന്നു. വീട്ടിൽ വന്നിട്ട് ഒരു തെറ്റുമില്ലാതെ കുട്ടി ഫാത്തിഹ അങ്ങ് പൂർണ്ണമായി ഓതിയപ്പോ കുട്ടിയോട് പറഞ്ഞു, മോനെ പോയി ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവാ. ഉസ്താദിന് നല്ലൊരു പാരിതോഷികം, ഒരു പ്രസന്റേഷൻ കൊടുക്കാനാണ് ഉസ്താദിനെ വിളിച്ചുകൊണ്ടാണ്. കൂലി ശമ്പളം കൊടുക്കാനല്ല, അത് വേറെ. ഇപ്പൊ ഫാത്തിഹ പൂർണ്ണമായിട്ട് തെറ്റില്ലാതെ കുട്ടിയോട് ഒന്ന് ഓതിരേ, അതിന് എത്ര പറഞ്ഞറിയിക്കാൻ കഴിയില്ല സന്തോഷം. കാരണം ജീവിതത്തിൽ മൊത്തം ലാസ്റ്റ് വരെ നിർബന്ധമായി ഓതേണ്ട സൂറത്തല്ലേ ഫാത്തിഹ. അത് തെറ്റില്ലാതെ കുട്ടി ഇവിടെ വന്ന് ഓതിയപ്പോ ആ കുട്ടി മികവുള്ള നല്ല തികഞ്ഞ മോനായി. ഇനി ആ കുട്ടി ഒന്ന് മുന്നിൽ നിന്നാ ബാക്കിൽ നിന്ന് നിസ്കരിക്കാം.
ബാക്കിൽ നിന്ന് നിസ്കരിക്കാൻ യോഗ്യമുള്ള ആളായി, മുന്നിൽ ഇമാമായി നിൽക്കാൻ യോഗ്യതയുള്ള കുട്ടിയായി. തെറ്റില്ലാതെ ഫാത്തിഹ മോന് വന്ന് ഓതിയപ്പോ ഉസ്താദിനെ വിളിച്ചോണ്ടുവരാൻ പറഞ്ഞു. ഉസ്താദിനെ വിളിച്ചോണ്ടുവന്നപ്പോ ഉസ്താദിന് സമ്മാനമായി കൊടുക്കുന്ന 1000 ദിർഹമാണ്. ഇന്നല്ല, 1-ാം നൂറ്റാണ്ടിൽ. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. 4 ഇമാമുകളിൽ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരേ ഒരു ഇമാം ഇമാമുൽ അബൂ ഹനീഫ തങ്ങളാണ്. ബാക്കിയൊക്കെ 2, 3, 4 2, 3 ബാക്കിയുള്ള ഷാഫി ഇമാം തങ്ങൾ 150-ലല്ലേ ജനിക്കുന്നത്. ഹിജ്റ 204 വഫാത്തായി. ഇമാമുൽ ആദം തങ്ങളെ കണ്ടിട്ടില്ല. ആ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിന് കൊടുത്ത പാരിതോഷികമാണ് 1000 ദിർഹം. ഇന്ന് എത്ര കൂട്ടണത്? അന്നത്തെ 1000 ദിർഹം ഇന്ന് എത്ര കൂട്ടണം സഹോദരങ്ങളെ? അന്നൊരു 1000 ദിർഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഈ 3 ഒന്നായിട്ട് വാങ്ങാം. 10, 20, 30, 40 ഏക്കർ ഒന്നായിട്ട് വാങ്ങാം. എന്നാലും ബാക്കിയായിരിക്കും. അത്രയും വലിയൊരു സംഖ്യയാണ് കൊടുത്തത്. ഒന്നുമല്ല, മനസ്സിന്റെ ഒരു സന്തോഷം. മോന് വന്നിട്ട് ഖുർആൻ മക്കളെ നന്നായി പഠിപ്പിച്ചു. ഖുർആന് ഫുള്ളായിട്ട് ബാപ്പ ഉമ്മ കുട്ടികളെ അങ്ങോട്ട് പഠിപ്പിച്ചാലേ നാളെ കോടിക്കണക്കിന് ആൾക്കാരെ മുന്നിൽ നമുക്കൊരു സ്ഥാനവസ്ത്രം കിട്ടാനുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ഏതായാലും ഫുള്ളായിട്ട് പഠിക്കാൻ എന്റെ കുട്ടികളെ, മക്കളെ, പേരക്കുട്ടികളെ നന്നായി ഖുർആനോത്ത് പഠിപ്പിക്കും. അവരതിൽ നല്ല അവരങ്ങനെ ഓതിരങ്ങനെ കേട്ടിട്ട് സന്തോഷം ഇങ്ങനെ കിട്ടിയിട്ട് ഇവിടുന്ന് അവർ ആ ഖുർആനുമായിട്ടുള്ള ടച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആഖിറത്തിലെത്തുമ്പോ ഈ കുട്ടിയോട് ചോദിക്കുന്നു, വാപ്പയുടെ വാപ്പ അവിടെ ഉണ്ട്, വാപ്പാനെ കുട്ടിയുണ്ട്, ഉമ്മയുടെ കോടിക്കണക്കിന് ആൾക്കാരെ മുന്നിൽ അമ്പിയാക്കളാ സദസ്സിലുണ്ട്, ഔലിയാക്കളുണ്ട്, ശുഹദാക്കളുണ്ട്. അവരെ മുന്നിൽ വെച്ചൊരു കിരീടം തലക്ക് തരാനാ. ഇവിടെ നന്നായി മക്കൾക്ക് ഖുർആനോത്ത് പഠിപ്പിച്ചാൽ അൽബസല്ലാഹു വാലിദൈഹി താജൻ യൗമൽ ഖിയാമ. ബാപ്പക്കും ഉമ്മക്കും അല്ലാഹു നൽകുന്ന ആദരവ് സഹോദരങ്ങളെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആളുകൾ മാത്രമല്ല, ഇവിടെയുള്ള പൗരപ്രമുഖന്മാര് മാത്രമല്ല, പരിസരങ്ങളിൽ ഒരുപാട് ശുഹദാക്കൾ അന്തി ഉറങ്ങുന്നില്ലേ, ഔലിയാക്കളില്ലേ, സാദാത്തുക്കളില്ലേ, സൂഫി വര്യന്മാരില്ലേ, അവരൊക്കെ നേർക്കാഴ്ചക്ക് വേണ്ടി നിൽക്കുന്ന മഹ്ശറിൽ നമുക്കൊരു വലിയ സന്തോഷത്തിന് അല്ലാഹു തലയിൽ ചാർത്തി തരുന്നത് ഭൂമി ലോകത്ത് ഒരാളെ തലയിലും കിട്ടാത്ത കിരീടം സ്വർഗത്തിലെ കിരീടമാണ്. എന്റെ ആസ്ഥാന ബഹുമാനത്തിന് കാരണം ഈ മനുഷ്യന്റെ മകനാണ് നിൽക്കുന്നത്. ആ മകന് ഖുർആനോത്ത് നമ്പർ 1 ആയി ഓതാൻ പഠിച്ച ആളാണ്. ആ ആണ്, ആ പെണ്ണ് ഈ മനുഷ്യന്റെ കുട്ടിയാണ്, ഈ ഉമ്മാന്റെ മക്കളാണ്, ഈ ഉപ്പാന്റെ മക്കളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉണ്ട്, എല്ലാ ഭാഷയും അതൊക്കെ നമ്മൾ പഠിക്കണം താല്പര്യപ്പെടുന്നവരാണ് പറയുന്നവർ. ഇതൊക്കെ അറിയും, പക്ഷെ ഖുർആൻ ഓതാൻ അറിയില്ല എന്നാണ് ഇത്ര വലിയ വീക്യത. അല്ല, ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാം ഉണ്ട്, ആൾക്ക് ഇല്ലാത്തൊന്നുമില്ല. ഇത്ര അട്ടിക്കന സർട്ടിഫിക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എന്തറിയില്ല, ഖുർആൻ തെറ്റില്ലാതെ ഓതാൻ അറിയില്ല. ഇത്ര വലിയ കഴിവുകേടതാ സഹോദരങ്ങളെ. അല്ലാഹു തആല നമ്മളോട് ചോദിക്കൂലേ, ഈ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അതൊക്കെ പഠിക്കാൻ ഞാനല്ലേ തൗഫീഖ്? നീ എന്തെല്ലാം പഠിച്ചു? MBBS പഠിച്ചു, LLB പഠിച്ചു, ഡോക്ടറേറ്റ് ഒക്കെ നീ പഠിച്ചു, എനിക്ക് തൗഫീഖ്. എന്റെ ഖുർആൻ ഒന്ന് പഠിക്കാൻ അത്ര സാഹസം ഉണ്ടോ? ഇത്ര വർഷങ്ങൾ വേണം, ഇത്ര ചെലവ് വേണം, ഇത്ര ലക്ഷങ്ങൾ വേണം. എന്നിട്ട് ഖുർആൻ ഒന്ന് പഠിക്കാൻ നന്നായി പഠിപ്പിക്കണം. ഇപ്പോൾ മക്കൾ നന്നാകും, തീർച്ചയായിട്ടും നന്നാകും. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു ബാപ്പ മകനെയും കൊണ്ടുവന്നു. എത്ര പറഞ്ഞിട്ട് അനുസരിക്കാത്ത മകൻ. അടി കിട്ടിയിട്ട് ആ മകന് ഈ കണക്കില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. അടിച്ചിട്ട് ഉപദേശിച്ചിട്ടൊക്കെ കുറെ ഇപ്പൊ അടി കുറെ കൊടുത്ത അടി ഒരു ത്രില്ലായി മാറി കുട്ടി. അത്രയും അടിച്ചിട്ടുണ്ട് പറഞ്ഞു കേൾക്കാത്തോണ്ട്. അങ്ങനെ അടിക്കാൻ പാടില്ലത് വേറെ വിഷയം. അടി അവർക്ക് അദബിന് വേണ്ടിയുള്ള അടിയുണ്ട്, അത് കൊടുക്കുകയും വേണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ അത് പഠിപ്പിക്കാൻ നല്ല അടി കൊടുക്കണം. അത് സാരല്ല മോനെ, നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ബാപ്പയമ്മ അത് സാരല്ല, പ്രായപൂർത്തി 10 വയസ്സല്ലായിട്ടുള്ളൂ എന്ന് ബാപ്പയമ്മ ഏതൊരു വകുപ്പിലുള്ള ആള് ചാരി അങ്ങനെ പറഞ്ഞോ അത് ഒടിഞ്ഞിട്ടേ ഉണ്ടാകുള്ളൂ. രണ്ടാളും ആ വിഷയത്തിൽ അത് പഠിപ്പിക്കുന്നതിൽ ഒരേ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. നിസ്കരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ഭക്ഷണമൊക്കെ തരും, എന്ത് തരും,
നിസ്കാരം ഒഴിവാക്കരുത്. 10 വയസ്സായിട്ടുള്ള കുട്ടി 5ാം ക്ലാസ്സിലാണ്. 7 വയസ്സ് മുതൽ നമ്മളത് ശീലമാക്കി 10 വയസ്സാകുമ്പോൾ കർശനം കൊടുക്കണം എന്ന് പറയാൻ കാരണം അതേ അഥമാണ് ഭാവിയിലും വരാനുണ്ട്. അതങ്ങ് നന്നായിക്കോളും, അതങ്ങ് ശരിയായിക്കോളും. ശരിയാകൂലത്. അദബ് എന്ന് പറയുന്നത് അത് മക്കൾക്ക് കിട്ടേണ്ടത് മിനൽ അബാ, ബാപ്പ ഉമ്മമാരിൽ നിന്നാണ്. വസ്സലാഹിയത്തു മിനല്ലാഹ്. ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു അൽ അദബു മിനൽ വാലിദൈൻ. അദബ് ബാപ്പ ഉമ്മമാരിൽ നിന്ന് തന്നെ കിട്ടണം. പക്ഷെ അവർ നല്ലവരായി മാറുക, സ്വാലിഹീങ്ങളാവുക, അത് അള്ളാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. നമ്മൾ അതിന് അദബ് കൊടുക്കുന്നുണ്ടോ? അവർ സ്വാലിഹീങ്ങളോ നല്ലവരാകും. നല്ല ഉപദേശങ്ങൾ മക്കളെ ഉപദേശം കണ്ടില്ലേ നിങ്ങൾ? ലുഖ്മാൻ ഹക്കീം തങ്ങൾ തന്റെ മകനെ വിളിച്ച് ഉപദേശം ഏതാ കൊടുക്കാത്തത്? ആദ്യം തന്നെ അള്ളാഹനെ പഠിപ്പിച്ചു. പിന്നെ ആ കുട്ടിയോട് പറയുന്നത്, മോനെ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. എന്തെങ്കിലും ഒരു നന്മയോ തിന്മയോ ചെയ്യാൻ ഉദ്ദേശിച്ച് നീ ഒരു ചെറുത്, ആരും കാണാത്ത, ആരും മനസ്സിലാക്കാത്ത ഒരു തിന്മ, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു നന്മ ഏതും നീ ചെയ്യുന്നു, എന്നിട്ട് ഫതകുൻ ഫീ സഖറത്തിൻ, ഒരു പാറയുടെ ഉള്ളിലാണ് നീ ആ കൃത്യം നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ആകാശമണ്ഡലങ്ങളിൽ ഏതോ ഭാഗങ്ങളിലാണ്, ഭൂമിയുടെ ഏതോ തലങ്ങളിലാണ്, യഅതി ബിഹല്ലാഹ്, അവിടെ അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട്, സാമീപ്യമുണ്ട്. മകനെ ഉപദേശിക്കാൻ ഒരൊറ്റ മകനെ ലുഖ്മാൻ തങ്ങൾക്കുള്ളൂ. ആകെ ഒരു ആൺകുട്ടിയാണുള്ളത്, വേറെ ആരുമില്ല. ആ മകനെയാണ് ഉപദേശിക്കുന്നത്, മോനെ അള്ളാഹുവിനെ ശ്രദ്ധിക്കണം. പിന്നെ കൊടുക്കുന്ന ഉപദേശം കണ്ടില്ലേ, യാ ബുനയ്യ അഖിമിസ്സലാ, കുഞ്ഞുമോനെ, പ്രിയപ്പെട്ട മോനെ, നിസ്കാരം കൃത്യമായും നിത്യമായും നിർവഹിക്കണം. ഒന്നുപോലും കയ്യയിക്കരുത്. നിന്റെ ജീവിതത്തിലെ പക്വത എന്ന് പറയുന്നത്, നിനക്ക് സ്വന്തത്തിൽ മികവും തികവും കിട്ടുന്നത് നിസ്കാരം കൊണ്ടാണ്. ഈ ഉപദേശത്തെ പറ്റി റാസി ഇമാം തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിന്റെ കർമ്മം ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കാരണം ലിതക്മീലി നഫ്സിഹി, സ്വന്തത്തിൽ ആ കുട്ടിക്ക് പൂർണ്ണത ലഭിക്കാനാണ് ആ കൽപ്പന കൊടുത്തത്. പിന്നെ കൊടുക്കുന്ന കൽപ്പന സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകരി, ആരോടും നന്മ ഉപദേശിക്കണം, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറയണം. ആ 2 സ്റ്റേജിലേക്ക് മോൻ ഉയരണമെങ്കിൽ ഇതം പ്രഥമമായി 5 വക്ത് നിസ്കാരം അങ്ങ് തറുവാകണം. ആ 5 വക്ത് നിസ്കാരം തറുവാകാതെ നിനക്ക് ഈ പറയുന്ന പ്രവർത്തനമില്ലേ, സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 2 പോയിന്റാണ്. അതിലേക്ക് പോകാൻ നിനക്ക് അർഹതയില്ല, യോഗ്യതയില്ല. അതിലേക്ക് നീ പോകണമോ? കാൽവെപ്പ് വേണോ? പുരോഗതി വേണോ? സ്വീകാര്യത വേണോ? അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം വേണോ? തുടക്കം വേണ്ടത് അഖിമിസ്സലാ, മറ്റുള്ളവരെ പൂർത്തിയാക്കാൻ നീ സ്വന്തത്തിലൊരു മികവും തികവും വേണം. അതിലേറ്റവും നമ്പർ 1 ഇതാണ്. മറ്റുള്ളവരെ നീ ഉപദേശിക്കണം, മറ്റുള്ളവരെ നീ തടയണം. ആ സ്റ്റേജിലെത്തുമ്പോ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നന്മ ഉപദേശിക്കുമ്പോ അതിനെതിരെ ആളുകൾ പറയാൻ തുടങ്ങും. ഫിത്ന വരും, ഫസാദ് വരും, ആക്ഷേപങ്ങൾ വരും, അധിക്ഷേപങ്ങൾ വരും. നീ ഒരു വലിയ ആളായി പോയി എന്ന് പലരും പറയും. നീ അതൊന്നും പറയണ്ട എന്നൊക്കെ പറയും. പക്ഷേ വസ്ബിരി അലാ മാ അസാബക, നന്മ പറയുമ്പോഴും തിന്മ തടയുമ്പോഴും ഏത് ഭാഗത്തുനിന്ന് പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും തരണം ചെയ്യണം. ക്ഷമയോടെ പക്വതയോടെ നീങ്ങണം. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ, ഈ 4 കാര്യങ്ങളും നിനക്കുണ്ടോ മോനെ? എന്നാ നിശ്ചയദാർഢ്യം നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് മഹാനവർകൾ നിർത്തിയില്ല. പിന്നെ ആ കുട്ടിയുടെ സാംസ്കാരിക രംഗങ്ങള്, പരിസര വിഷയങ്ങളൊക്കെയാണ് പിന്നെ അടുത്ത് പറയുന്നത്. മോനെ, നീ ഒരു കാര്യം ചെയ്യണം. നീ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് വലാ തംശി ഫിൽ അർളി മർഹാ, ഒരിക്കലും ധിക്കാരപരമായ ഒരു ശൈലി, ഒരു വാക്ക്, ഒരു പ്രവർത്തനം, ഒരു വസ്ത്രധാരണം നിന്നിൽ ഉണ്ടായിക്കൂടാ. നല്ല നിലക്കാകണം ഭൂമിയിലെ നിന്റെ നടത്തം, നിന്റെ സമ്പർക്കം. ആരോട് സംസാരിക്കുമ്പോഴും അവരുടെ ലെവല് കണ്ട് വേണം നീ സംസാരിക്കാൻ. ആരുടെ കൂടെ നീ സാവസിച്ച് ജീവിക്കുമ്പോഴും ധിക്കാരപരമായ ഒരു സമീപനം ആർക്കും നിന്നിൽ നിന്ന് ബോധ്യപ്പെടരുത്. എന്താണ് ആ കുട്ടിന്റെ വർത്താനല്ലേ? ഓ, എന്ത് വർത്താനാണിത്? നീ നടക്കുമ്പോ
മറ്റുള്ളവരും കൂടി നാട്ടിലുണ്ട് എന്ന് നീ ഒരു കരുതണം. എന്നിട്ട് നല്ല മിതത്വം പാലിക്കണം. ആ നിന്റെ നടത്തവും ശൈലിയും കണ്ടിട്ട് ആളുകൾക്ക് അറുപ്പും വെറുപ്പും ഉണ്ടാകരുത്. ഇപ്പൊ കണ്ടോ നിങ്ങൾ ചില ഭാഗത്തൊക്കെ ഇവിടെ ഒന്നും കാണാനില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണർത്തി കൊടുത്താൽ മതി. 25 വയസ്സായി 2 കുട്ടികളുള്ള ആളും ഒരു നിക്കറിട്ട് നടക്കുകയാണ്. ഒരു നിക്കറിട്ടിട്ട് ബൈക്കുമ്മലും അല്ലാതെ നാട്ടിലും വീട്ടിലൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥ. ഇത്ര വലുപ്പമുള്ള കാലിന്റെ തൊടഭാഗത്ത് പകുതിയൊക്കെ കാണിച്ചുകൊണ്ട് ഇയാള് കളി ഗ്രൗണ്ടിൽ നിന്ന് വന്നൊന്നല്ല, അതന്നെയാണ് ശൈലി. അതേ വസ്ത്രം ഇട്ടിട്ടാണ് അയാൾ അങ്ങാടിയിലേക്ക് വന്ന് മനുഷ്യന്മാരൊക്കെ നല്ലോണം മറച്ചു നിൽക്കുമ്പോ ഈ ഒരു അരനിക്കറിട്ട് വന്നിരിക്കുന്നു. 2 കുട്ടികളെ വാപ്പയാണ് ഇയാള്. കളി ഗ്രൗണ്ടിൽ നിന്ന് വരുന്നല്ല. ചില വീട്ടിലൊക്കെ രാത്രി എങ്ങനെയാണ് വസ്ത്രം, കുട്ടികൾ ഇങ്ങനെ നോക്കുന്നു, എന്ത് ഇത് വാപ്പ ഇങ്ങനെ ഒരു നിക്കറിട്ട് മാത്രം അങ്ങനെ. അത് നമുക്ക് പറ്റിയ സംസ്കാരമല്ല, നമുക്ക് പറ്റിയ ശൈലിയല്ല. ഇസ്ലാമിന്റെ ശൈലി നല്ല സൗന്ദര്യമുള്ള ശൈലിയാണ്. അതിലൊരു മാറ്റവും വരുത്താൻ മഹാന്മാര് സമ്മതിച്ചിട്ടില്ല. നല്ല വൃത്തിയുള്ള സ്വഭാവമുള്ള ശൈലിയല്ലേ പഠിപ്പിച്ചത്. പല ഭാഗത്തും അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാകും. നീ ആ കൂട്ടത്തിൽ ചേരരുത്. ആരോട് നീ സംസാരിക്കും അതിനൊരു പക്വതയുണ്ട്, പാകതയുണ്ട്. ചിലരൊക്കെ കാണും ചില സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞാൽ കൂക്കി വിളിക്കുന്നത്, മോനെ അങ്ങനെ ചെയ്യരുത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ജനങ്ങൾക്ക് അരോചകമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. സ്വഭാവം ആൾക്കാരൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കും, ഒരൊറ്റ ഒച്ച ഉണ്ടാവും. ഒരു ആവശ്യമില്ല, ഉറക്കിന് ഒച്ച ഉണ്ടാക്കും. എന്തെങ്കിലും കണ്ടിട്ടല്ല, കാണുമ്പോ രച്ചുണ്ടാവും. ആനൊക്കെ എന്തെങ്കിലും പേടിപ്പിക്കുന്ന കണ്ട ആന കൊക്ക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ആന പേടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കണം. അപ്പൊ പേടിച്ച നമ്മളും ഉണ്ടാക്കും ശബ്ദം. നാട്ടിലിങ്ങനെ രാത്രി ഇവിടെ എവിടെങ്കിലൊക്കെ വാഹനം ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടിയിട്ട് ആർക്കാൻ വേണ്ടി ദിക്റൊക്കെ ചെല്ലുന്നുണ്ടാവും. അഥവാ എന്തെങ്കിലും ഒരു തെങ്ങിന്ന് തേങ്ങ വീണ ദിക്റിന്റെ ഉറക്ക വരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒച്ച ഉണ്ടാക്കലൊക്കെ ഉണ്ടാവും. അതൊക്കെ പേടിന്റെ ഊക്കൊണ്ടാണ്. ഇതങ്ങനൊന്നല്ല. ഇത് ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സമയം വരുമ്പോ, ന്യൂ ഇയറോ അല്ലെങ്കിൽ മറ്റൊക്കെ വരുമ്പോ വെറുതെ നിന്ന് കൂക്കന്നെ, ഒച്ചപ്പാടുണ്ടാക്കാൻ, എന്തെങ്കിലുമൊക്കെ ഒരു കളകളോന്ന് പറയും. അത് നിനക്ക് പറ്റൂല മോനെ. നീ മിതമായ സമീപനം, ധിക്കാരമില്ലാത്ത പെരുമാറ്റം, ആ കുട്ടിയുടെ ആന്തരിക തലവും ബാഹ്യതലവും ഒക്കെ വൃത്തിയാക്കുന്ന രൂപത്തിലുള്ള ഉപദേശമാണ് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ കൊടുക്കുന്നത്. ചെറിയ ഉപദേശമല്ല, വലിയ സന്തോഷമുള്ള ഉപദേശം. ഈ ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ട് ആ മകന് വലിയ സന്തോഷത്തോടെ നല്ല രൂപത്തിൽ നല്ല ഭാവത്തിൽ വളർന്നു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പോലെ നല്ല വിവരസ്ഥനായി ജീവിച്ചു. അതുകൊണ്ട് ഉപദേശിക്കുന്ന മേഖലയിൽ കുറവുണ്ടാകരുത്, അദബ് പഠിപ്പിക്കുന്നിടത്ത് കുറവുണ്ടാകരുത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിടത്ത് ഞാനൊരു വിഷയം പറഞ്ഞതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സവിധത്തിലേക്ക് അനുസരണശീലമില്ലാത്ത മകനെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോട് ചോദിക്കുന്നു, മോനെ ബാപ്പ പറയുന്നത് ശരിയാണോ? നീ അനുസരിക്കില്ല എന്ന് പറഞ്ഞു. ശരിയാ? കുട്ടി പറഞ്ഞു ശരിയാണ്. പറഞ്ഞോ കേൾക്കല്ലോ? ഒന്നും കേൾക്കല്ല. അടി കിട്ടല്ലോ? അടിയോ എന്നും കിട്ടില്ല. ചീത്ത ഒന്നും കേൾക്കും. എന്താ കേൾക്കാത്ത? എന്റെ ബാപ്പ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യം നീ കേൾക്കുന്നില്ല, നീ എന്താ അനുസരിക്കാത്തത്? റളിയല്ലാഹു അൻഹു ആക്ഷൻ എടുക്കാൻ പോവാ. അപ്പാ കുട്ടി ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ നന്നാകണമെങ്കിൽ, നല്ല കുട്ടിയാണെങ്കിൽ എന്റെ ബാപ്പാക്ക് വല്ല കാര്യങ്ങളും നിർബന്ധമുണ്ടോ? ബാപ്പ സ്വീകരിക്കേണ്ടോ വല്ലതും? അങ്ങനെ ഉണ്ടാകും ഒരു ഭാഗം അല്ലേ? ചിലര് ചോദിക്കുന്നത് ഒരു വൺ വേ ആണോ എന്ന് ചോദിക്കും ചില ആൾക്കാർ. ബാപ്പാരിമാരിങ്ങനെ മക്കളിങ്ങനെ അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോ നാളെ ഒരാളിനോട് ചോദിച്ചു, ഉസ്താദേ ബാപ്പയും സംഗതി നല്ല നമ്മള് ബഹുമാനവും കാര്യമൊന്നും കുറച്ചിട്ടില്ല, പക്ഷെ എപ്പോഴും ചീത്ത വിളിക്കും. ആ റോട്ടിലൂടെയൊക്കെ പോകുന്ന സാധനല്ലേ, തൊട്ടാരെ കേട്ടും കേൾക്കണ്ടേ? ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പേരെ വിളിക്കും. പിന്നെ നാട്ടില് പ്രത്യക്ഷത്തിലില്ല, ചിലപ്പോൾ ചാലുകളിലൊക്കെ കാണും, പറമ്പിലൊക്കെ കാണും, വേറെ സാധനമില്ല, ഖിൻസീർ. ആ അറബിയിലല്ലേ വിളിക്കാം, മലയാളത്തിനെ വിളിക്കും. ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുമ്പോ ഭയങ്കര ഇടങ്ങേറാണ്. അപ്പൊ ഇയാൾ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാല്, ഞമ്മളെ ഓല് എന്ത് വിളിച്ചാലും കുഴപ്പമില്ലാന്നും നമ്മൾ അങ്ങോട്ട് എന്ത് വിളിച്ചാലും കുഴപ്പമാണെന്നും ഒരു വൺ വേ ആണോ എന്ന് ചോദിച്ചു. ഒരു ചോദ്യം തന്നെയാണത്. മക്കളെ മനസ്സും അങ്ങനെ വിളിച്ച് വിഷമിപ്പിക്കാൻ പാടില്ല.
മക്കളാന്ന് എഴുതിയിട്ട് തോന്നുന്നൊക്കെ വിളിക്കാനും പാടില്ല. നിങ്ങൾ നോക്ക്, ലുക്മാനുൽ ഹക്കീം ഞങ്ങൾ ഉപദേശിച്ചപ്പോഴൊക്കെ എന്താ വിളിച്ച പേര്? യാ ബുനയ്യാന്നല്ലേ. പറഞ്ഞ് തീരെ കേൾക്കാത്ത ഒരു കുട്ടിയാണ് കൻആൻ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മോൻ. ആ കുട്ടിനോട് കപ്പൽ കയറാൻ വേണ്ടി വിളിക്കുമ്പോഴും എടാ വടക്കൂസ ഇങ്ങോട്ട് കയറിക്കോന്നല്ല പറഞ്ഞത്, യാ ബുനയ്യ ഇർകം മാനാ, കുഞ്ഞുമോനെ നമ്മളോടൊപ്പം കപ്പൽ കയറിക്കോ, അഥവാ വിശ്വാസം സ്വീകരിച്ചു വന്നോ. വലാ തകും മഅൽ കാഫിരീൻ, നിഷേധികളെ കൂട്ടത്തിൽ പോയി പെടണ്ട. ഏത് ഗൗരവമുള്ള വിഷയവും ഗൗരവം കുറഞ്ഞ വിഷയവും ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു തലക്കെട്ട് യാ ബുനയ്യ. യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശത്തിലും കാണാം യാ ബനിയദ്ഹബൂ, എന്റെ മക്കളെ, പൊന്നു മക്കളെ, നിങ്ങളൊന്ന് പോയി തെരഞ്ഞു നോക്കി. യൂസുഫ് നബി എവിടെങ്കിലൊക്കെ ഉണ്ടാകും, യൂസുഫ് എവിടെങ്കിലൊക്കെ പോയി തെരഞ്ഞു നോക്കി. 40 കൊല്ലം ക്ഷമിച്ചു യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ കാലയളവിൽ ഈ മക്കളോട് എന്തെങ്കിലും അരുതാത്തതാ വാപ്പ പറഞ്ഞോ? ഈ 10 മക്കളും കൂടി ചെയ്ത് ചെറിയ കാര്യം ആ ബാപ്പയുടെ മനസ്സിൽ എത്ര വിഷമം ഉണ്ടാക്കണ കാര്യം. ചിലര് പറയും ഞാൻ അവനോട് പുറത്താക്കി, ഞാനെ വേണ്ട, ഞാൻ പോയി ചത്തോട്ടെ എന്ന്. അതിന് മാർഗമൊന്നുമില്ല. നമ്മളെ മോനാണ് എന്നുള്ളവർക്ക് സംഭവിച്ച തെറ്റ് അംഗീകരിച്ചുകൊണ്ട് വിളിച്ച് തിരുത്തി ഉപദേശിച്ച് കൂട്ടി നല്ല സമീപനത്തോടെ വളർത്തലാണ് ബുദ്ധി. വലിയ തെറ്റാ സംഭവിച്ചത്, കടുങ്കയ്യാ സംഭവിച്ചത്, ഇത് വലിയ തെറ്റല്ലേ സംഭവിച്ചത്. പക്ഷെ എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? ആ 40 കൊല്ലം ആ മക്കളോട് തന്നെയല്ലേ വാപ്പ താമസിച്ചത്. പിന്നെ ആ മക്കളൊക്കെ നന്നായും ചെയ്തില്ലേ? എല്ലാരും വാപ്പാനനുസരിച്ചും ചെയ്തില്ലേ? അതുകൊണ്ട് അതാണ് ഉപദേശത്തിന്റെ ശൈലി. ഉമർ റളിയല്ലാഹുവിനോട് മകൻ ചോദിക്കുന്നു, ഞാൻ നന്നാകാൻ ബാപ്പ വല്ലതും ചെയ്യേണ്ടിയുണ്ടോ? അങ്ങനെ ഉണ്ടാവുമല്ലോ നിലപാട്. ആരാ തങ്ങളൊപ്പല്ലേ? അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മുടെ സദസ്സിൽ സമാപന പ്രാർത്ഥന നിർവഹിക്കാനും നസീഹത്ത് നൽകാനൊക്കെയായി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെത്തി. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മുടെ മുഴുവൻ സാദാത്തുക്കൾ ഉലമാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ആയുസ് ഏറ്റി നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. ഈ സദസ്സൊന്ന് ഭംഗിയാക്കാൻ ഒന്നിങ്ങോട്ട് പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ സദസ്സിലേക്ക് കയറി. ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പറഞ്ഞു വെച്ച സംഭവം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറയുന്നു, മോനെ നീ നന്നാകണമെങ്കിൽ ബാപ്പാക്കൊരു 3 കാര്യമുണ്ട്. അത് ഓരോ ബാപ്പയിലും മക്കൾ നന്നാകാൻ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ടതാണ്. വാപ്പാരാകുന്ന വാപ്പാരും ഉമ്മാരാകുന്ന ഉമ്മാരൊക്കെ ശ്രദ്ധിക്കാൻ നല്ലതാണ് ആ 3 എണ്ണം. ഉമർ റളിയല്ലാഹു അൻഹു അതെന്താ കാര്യം ഒന്ന് കേൾക്കട്ടെ എന്നോ. ഒന്ന് ബാപ്പ കെട്ടുന്ന പെണ്ണ് നന്നാകണം എന്ന് പറഞ്ഞു. നമ്മൾ പറയല്ലേ മോന്തായ നന്നായാലേ ബാക്കി നന്നാകണം എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി കുറച്ചങ്ങ് ചിരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മ നന്നാകണം, ബാപ്പ കെട്ടിയ പെണ്ണ് നന്നാകണം എന്ന് കുട്ടി ചിരിച്ചു. കുട്ടിക്ക് അതിന്റെ സീക്രട്ടൊക്കെ തിരിഞ്ഞു. രണ്ടാമതായി പറഞ്ഞു കുട്ടിക്കിടുന്ന പേര് നല്ല പേരാകണം. അപ്പഴും കുട്ടി ഒന്നുകൂടി ചിരിച്ചു. മൂന്നാമതായി പറഞ്ഞു ആ കുട്ടിക്ക് ബാപ്പയും ഉമ്മയും ഖുർആൻ പഠിപ്പിക്കണം. അവിടെയാണ് എന്റെ വിഷയം. കുട്ടികൾ നന്നാകാൻ ഖുർആൻ പഠിപ്പിക്കണം. കുട്ടി നന്നായി ചിരിച്ചിട്ട് പറഞ്ഞു ഈ 3 എണ്ണം എന്റെ ബാപ്പ എന്നോട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ആക്ഷൻ എടുക്കുന്ന ബാപ്പാന്റെ നേരെയാണ്. അതെങ്ങനെ മോനെ മനസ്സിലായത്? എന്റെ ബാപ്പ കല്യാണം കഴിക്കുമ്പോ എന്നൊക്കെ അടിമ സമ്പ്രദായമുള്ള കാലാണ്. ചന്തയിൽ പോയി നല്ല ചൊറുക്കുള്ള ഒരു അടിമയെ 400 ദിർഹമിന് വാങ്ങി പിന്നെ അതിനെ ഭാര്യയാക്കി വെച്ചതാണ്. നല്ല ദീനും തറവാടും കുടുംബവും സ്നേഹവും സ്വഭാവം നോക്കിയിട്ട് കല്യാണം കഴിച്ചതല്ല. ചെറുപ്പക്കാരികളെ എവിടെന്നെങ്കിലും ഫേസ് കെട്ട് കണ്ടിട്ട് അതിനെ കൊണ്ട് സ്വീകരിക്കാൻ പാടില്ല. ഹസിലും ബസിലൊക്കെ ഒത്തത് നല്ല ദീനു ഹുലുക്കുള്ളതാകണം. ആ റോഡ് സൈഡിൽ കാണാൻ നല്ല ചൊറുക്കുണ്ടല്ലേ, നല്ല ലെവലുണ്ട്, ബോഡിയൊക്കെ നോക്കി നല്ല ഫിറ്റ് ഉണ്ട്. മോനെ തന്നെ ഇപ്പൊ ഒന്ന് ചിരിക്കുക, പിന്നൊന്ന് പരിചയപ്പെടുക, പിന്നൊന്ന് കമന്റ് അടിക്കുക, പിന്നൊന്ന് കമന്റ് ചെയ്ത, പിന്നൊന്ന് കമ്പനിയാകാം. ഇനി അതേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ കയറെടുക്കുന്നു പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തിന് പിന്നീട് വരുന്ന കുസുമങ്ങളിലാണ്, മക്കളിലാണ്. ആ ഘട്ടത്തിലൊന്നും അത് ഓർക്കൂല. പിന്നെയുള്ള ജീവിതമാണ് ചിന്തിക്കേണ്ടത്. ഈ കുട്ടി പറഞ്ഞു വാപ്പ നല്ല ചൊറുക്കുള്ള ഒരു അടിമനെ 400 ദിർഹമിന് വാങ്ങി എന്നെ ഭാര്യയാക്കി വെച്ചതിലുണ്ടാളാ ഞാൻ.
എനിക്കിട്ട പേരും നല്ല പേരല്ലായിരുന്നു കുട്ടി. എന്താ മോനെ നിന്റെ പേര്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. നീ പേര് ആവശ്യമുള്ള ആൾക്കാർക്ക് എത്തിച്ചോളൂ. ഇപ്പൊ അങ്ങനെയല്ല, കുറഞ്ഞ പേരാകണം, അതിന് മഹാ അർത്ഥവും വേണം. അങ്ങനത്തെ ഒരു ഭാഷ അറബി തെരഞ്ഞാൽ കാണുമല്ലോ. ഉസ്താദ്മാർ ഇങ്ങനെ ഇടങ്ങേറാകലാണ് ഡിക്ഷണറി ഫുള്ള് നോക്കിയിട്ട്. കാരണം അറബി തെരഞ്ഞാക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വാക്ക് അറബിയിൽ വേണ്ടേ? 2 അക്ഷരം ഉറുദു നിർത്താണ്, 2 അക്ഷരം ഇംഗ്ലീഷ് നിർത്താണ്, 2 അക്ഷരം അറബി എന്നാണ്. അങ്ങനെ ലഫ്ള് ഉണ്ടാവും. അതെവിടെയൊന്ന് കണ്ടതാണ്. നല്ല രസമുണ്ട് കേൾക്കാൻ. എന്താ കുട്ടിക്ക് പേര്? കുട്ടിക്ക് പേര് മിസ് മിസ് കിസ് കിസ് മിസ് പേരുണ്ട്. അങ്ങനെ ഇടണം പേർക്ക്. കാരണം ഇവരെ പേരിന് തലയും ബാലൊക്കെ ഒപ്പിച്ച് കാണാൻ പേരിടണം. നമ്മളതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. എന്താർത്ഥം പറയാനാ? അങ്ങനെ ലഫ്ള് ഉണ്ടെങ്കിലല്ലേ അർത്ഥം കിട്ടൽ. ഏതെങ്കിലും ഭാഷയിൽ വേണ്ടേ? ഈ കുട്ടിക്കിട്ട പേര് ജുഅൽ എന്നാണ്. 3 അക്ഷരമുള്ള അറബിയിൽ ജീമ് ഐന് ലാം. ഇംഗ്ലീഷിലൊക്കെ ഏതാന്ന് സുഖാണ്. JUAL ജുഅൽ. ജുഅൽ എന്ന് പേരിട്ട കുട്ടി അങ്ങനെ ഉണ്ടാവും. ജുഅൽ എന്ന് പറഞ്ഞാൽ വണ്ട് എന്നാണ് അർത്ഥം. അത് റൂമിലുണ്ടായ ഉറക്കം കിട്ടുമോ? വണ്ട് ഒരു റൂമിൽ കയറി കിരിപിരി അറിയില്ലേ? കുട്ടി അങ്ങനെ കിരിപിരിയായി. എന്താക്കാനാ? നല്ല പേരിട്ടാൽ നല്ല അർത്ഥം ഉണ്ടാവും, നല്ല അദബും ഉണ്ടാകും, നല്ല ഒതുക്കം ഉണ്ടാകും. ഹസൻ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബിന്റെ പേര്. എന്താ പേര്? ഹസൻ. ഹസൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ടെൻഷൻ, ദുഃഖം. ആ പേര് മാറ്റി ഹസൻ എന്നാക്കി കൊടുത്തു. ഹസൻ നല്ല പേരല്ലേ? നല്ല അർത്ഥമുള്ള പേരല്ലേ? നല്ല ഭംഗിയുള്ള പേര്. നല്ല അർത്ഥവത്തായ മഹാന്മാരെ പേരും കിട്ടാൻ മതി. ആ പേരിൽ തന്നെ നല്ല അർത്ഥമുള്ള പേരുകൾ ഉണ്ടാവും. സ്വഹാബിമാരെ പേര് നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പേരുണ്ട്? ഒരുപാട് പേരുകൾ. 3-ാമതായി കുട്ടി പറഞ്ഞു മാ അല്ലമനി ശൈഅൻ മിനൽ ഖുർആൻ. നമ്മുടെ മക്കളത് പറയരുത്. എന്റെ ബാപ്പ എനിക്ക് ഖുർആൻ ഒന്നും തന്നെ പഠിപ്പിച്ചിട്ടില്ല. കുറച്ചങ്ങോട്ടായപ്പോ ബാപ്പാന്റെ ജോലിക്ക് ഇന്നേം കൂടെ കൊണ്ടുപോയി കുട്ടി. അതാ ബാപ്പ ചെയ്ത്. ഇനിയൊക്കെ അങ്ങനെ ജീവിച്ചാ മതി. നോക്ക് നിങ്ങൾ, നമ്മൾ ആ സങ്കടങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളെ നാട്ടില് പുറം നാട്ടിൽ നിന്ന് വന്ന ബംഗാൾ, കൊൽക്കത്ത, കുറ്റം പറയല്ലോ, വന്ന ആൾക്കാരുണ്ട്. നല്ല നല്ല ചെറുപ്പക്കാർ ജോലി എടുക്കാൻ. നിസ്കാരം, നമാസ് മാലും നെയ്യേ, റോസ മാലും നെയ്യേ, ഖുർആൻ കുച്ച് ബി നെയ്യേ ഒന്നും അറിയില്ല. പേര് വെച്ചോക്കണം സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയും. നമ്മളെ കേട്ടാ റളിയല്ലാഹു അൻഹു എന്നല്ലോ. എന്താ വിഷയം എന്നറിയോ? ഇതാണ് അവിടുത്തെയും പോയിന്റ്. ഒന്ന് വളർന്ന് എന്തെങ്കിലും തൊഴിൽ പഠിപ്പിച്ച് അതേ അവസ്ഥയിലേക്ക് നമ്മളെ നാട് മടങ്ങുന്നു എന്നാ ഞാൻ പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം നമ്മൾ ആ ഒരു പുരോഗതിയും മാത്രമാകരുത് ചിന്ത. ഈ മേഖലകളിൽ അതൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ജീവിതവും ആ ഒരു കുടുംബമാണെങ്കിൽ കാലാകാലം അതിന്റെ ബർക്കത്ത്, ഇസ്ലാമിന്റെ ഇസ്സത്ത് നമ്മുടെ കുടുംബത്തിലായി താവഴിയിലായി നിലനിൽക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അദബാ പറഞ്ഞത്. കുറേ അദബുകൾ വ്യത്യസ്ത വിഷയങ്ങളിലുണ്ട്. ഉറങ്ങാനുള്ള അദബ് പഠിക്കണം. അത് പറയാൻ നേരമില്ല. തിലാവത്തിന്റെ അദബ് കൂട്ടത്തിൽ പറഞ്ഞാണ്. യാത്രക്കുള്ള അദബ്, സദസ്സിലുള്ള അദബ്, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അദബ്, വ്യത്യസ്ത രീതിയിൽ കുളിക്കുമ്പോഴുള്ള അദബ് ഒക്കെ പഠിക്കേണ്ടതാണ്. നിത്യജീവിതത്തിൽ വരുന്നതാണ്. ഇതൊക്കെ ഒരുമിച്ച് കൂടിയ ജീവിതമായിരിക്കും ഔലിയാക്കളുടെ ജീവിതം. അതാണ് തസവുഫ് എന്ന് പറഞ്ഞാൽ. ആ സുന്നത്തുകളൊക്കെ ഉണ്ട് അവർ ജീവിതത്തിൽ. അല്ലാതെ അവരൊന്നും ചെയ്യൂല, ഒരു കാര്യം ചെയ്യൂല, ഒരു സംഗതി ചെയ്യൂല. അപ്പൊ അത് അനുഷ്ഠാനങ്ങളിലൊക്കെ ഒരുമിച്ച് ചേർന്ന് വന്നാൽ അവരുടെ ആ താവഴി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ കുളി, അവരുടെ ഉളു, അവരുടെ കിടത്തം, അവരുടെ എഴുന്നേൽപ്പ്, അവരുടെ സദസ്സ്, അവരുടെ സൽക്കാരം, അവരുടെ മറ്റു എല്ലാ ഇടപെടലുകളും, യാത്ര കാര്യങ്ങളൊക്കെ എല്ലാത്തിലുള്ള അദബ് പാലിക്കും. നമ്മൾ കാര്യമായിട്ട് അദബ് പാലിക്കും. ഉസ്താദ് ഞാൻ നാളെ സൗദിക്ക് പോവാണ്, എന്തൊക്കെ ചെയ്യേണ്ടി നിങ്ങളൊന്ന് പറഞ്ഞേര്. എങ്ങനെ ഞാൻ ഇറങ്ങണ്ടി? ദിക്റൊന്നും എനിക്കറിയില്ല. നാളെ എന്റെ കല്യാണമാണ്, ഞാൻ നാളെ എന്റെ ദിക്റല്ലേണ്ടോ? ആ ഒരു 2 സംഗതികൾ മാത്രല്ല, ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. നിത്യജീവിതത്തിൽ സംബന്ധിക്കുന്ന വിഷയങ്ങൾ. അതൊക്കെ പഠിച്ച്